ഇപ്പൊ സത്യം പറയണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി, എനിക്ക് ചെയ്യണം, കുട്ടികളെ പഠിപ്പിക്കണം, നമുക്കതിന് നോക്കണം എന്നുള്ളത് ഒരു കോൺഫിഡൻസ് വന്നു. ഇപ്പൊ ഞാൻ വരച്ച പിക്ചറിൽ വരച്ചു നോക്കിയിട്ട് ശരിയായില്ലല്ലേ എന്നെങ്ങാനും പറഞ്ഞാൽ ഇവിടെ പിള്ളേര് പറയും, മോള് പറയും സത്യൻ സാറിനെ വിളിക്കണം അന്നേക്കിൻ്റെ അടുത്ത്. അപ്പോൾ പിള്ളേർക്ക് പോലും, കാരണം സാറ് നമുക്ക് തരുന്ന ഉപദേശങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയാറുണ്ട്, ഫാമിലി ടൈം ആയിരിക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര എനർജിയാണ്. ഇപ്പൊ ക്ലാസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വരക്കണം എന്നൊരു തോന്നൽ വരും. എന്തെങ്കിലും മടി നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സൺഡേ മീറ്റിംഗ് കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ഞാൻ എല്ലായിടത്തും രാവിലെ തുടങ്ങും വരക്കായിരിക്കാം. പിന്നെ വീക്കെൻഡ് ആകുമ്പോഴത്തേനും ഒന്ന് സ്ലോ ആണെങ്കിലും നെക്സ്റ്റ് മീറ്റിംഗ് കഴിയുമ്പോഴത്തേനും വീണ്ടും എനർജി തിരിച്ചു കിട്ടും. കാരണം അത്രയും സാറ് ഖുഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എൻകറേജ് ചെയ്യിക്കുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയ്യണം, നമ്മളൊന്നുമല്ല എന്നുള്ള തോന്നലൊക്കെ മാറിപ്പോയി. എന്നെക്കൂടെ പറ്റും എന്നുള്ള തോന്നൽ എനിക്കിപ്പോൾ വന്നിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് പിന്നെ കുറെയൊക്കെ ഏജ് ഒരു പ്രശ്നമാണെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ പ്രായത്തിലൊന്നും ചോദിക്കും പിള്ളേരുടെ അടുത്ത്. അപ്പൊ അവര് പറയും 40 ഒക്കെ ഒരു പ്രായമാണമ്മോ എന്ന് ചോദിക്കും. അപ്പോ ഇന്നതൊന്നും ഒരു പ്രായമല്ല എന്ന് പറയാറുണ്ട്. ഇപ്പൊ എനിക്ക് അതൊക്കെ മാറി. കാരണം നമ്മുടെ ക്ലാസ്സില് അത്രയും ഏജ് ഉള്ളവരും കൂടെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, അവരുടെ എനർജിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. കാരണം നല്ലൊരു ടീച്ചർ നമുക്ക് സാറിനെ പോലെ ഞാൻ പറഞ്ഞു നല്ല സപ്പോർട്ടായിട്ടാണ് സാർ ക്ലാസ് എടുക്കുന്നത്. എല്ലാ കാര്യം റെക്കോർഡ് ക്ലാസ് ആണെന്നുണ്ടെങ്കിലും സാറിന് നല്ല സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടാറുണ്ട്. തീർച്ചയായിട്ടും ഓൺലൈനിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അത് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നു. ഏജ് മഞ്ജു വാര്യർ പറഞ്ഞ പോലെ ഏജ് ജസ്റ്റ് നമ്പർ മാത്രമാണ് എന്നുള്ളത് മനസ്സിലായി. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ഡ്രോയിങ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനെസ് ഹബ് സ്റ്റുഡൻസ് കൂട്ടായ്മയുടെ പാർട്ടായി നിന്നുകൊണ്ട് ഒരുപാട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ജേണിയിലൂടെ യാത്ര നമ്മൾ തുടരുകയാണ്. പിന്നെ ഷെബീന മാം നമ്മുടെ ഒപ്പം ഉണ്ട്. ഷെബീന മാം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് കോൺഫിഡൻസ് അച്ചീവർ എന്നുള്ള റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ്. അതായത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ വന്ന് ഒരുപാട് ആക്ഷൻസ് എടുത്ത് ചിത്രങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്ത് ചിത്രങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ചിത്രങ്ങൾ വരയ്ക്കാനും ഉള്ള കോൺഫിഡൻസ് അച്ചീവ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് മാമിനെ വിശദമായിട്ട് പരിചയപ്പെടാം. വരച്ച ചിത്രങ്ങളെല്ലാം നമുക്ക് നോക്കാം. ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വീട്ടിൽ ആരൊക്കെയുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാമോ? ഓക്കെ സാർ. ഓക്കെ, എൻ്റെ പേര് ഷെബിനയാണ്. ഞാൻ ഒമാനിലാണ്, നാട്ടിൽ തൃശ്ശൂരാണ്. ഇവിടെ ഇപ്പോൾ ഹസ്ബൻഡ് 3 പിള്ളേരാണ്. മൂത്ത ആള് 12th കഴിഞ്ഞ് ഇപ്പോൾ ബിടെക്കിന് ചേരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പിന്നെ 8th പഠിക്കുന്ന മോളും 3rd പഠിക്കുന്ന മോനുണ്ട്. എന്തുകൊണ്ടാണ് ഡ്രോയിങ് പഠിക്കണം എന്നുള്ള തീരുമാനം എടുത്തത്? അത് സാർ അതൊരു എനിക്ക് വരക്കാൻ അറിയുന്നുള്ളൊരു ഇതൊന്നും എനിക്ക് അങ്ങനെ കഴിവുണ്ടെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. ഒരു കഴിവില്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ എന്നെ കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കോവിഡ് ലോക്ക്ഡൗൺ ടൈമിൽ പലതും ചെയ്ത് കാണുമ്പോൾ ഈ വരച്ച പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നിയിരുന്നു. കാരണം മക്കൾക്ക് ആക്ടിവിറ്റി അസൈൻമെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒന്ന് വരച്ചു നോക്കിയാലോ എന്ന് കരുതിയിട്ട് ഒരു മോളുടെ പഴയൊരു ഫോട്ടോ, ഒരു ചെറിയൊരു ഒരു ഫേസിന് ഉയർത്തിപ്പിടിച്ചൊരു ഫോട്ടോ ചുമ്മാ വരച്ചു നോക്കിയത്. അപ്പം ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. അവർ നന്നായിട്ട് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെയും വരക്കണമെന്ന് തോന്നി. അപ്പോൾ 1-2 ഫോട്ടോസ് ഹസ്ബൻഡിൻ്റെയും മോൻ്റെ ഒക്കെ ആയിട്ട് വരച്ചിരുന്നു. പിന്നെ വെക്കേഷൻ നാട്ടിൽ പോയപ്പോൾ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ പലരും ഇതുപോലെ ഞാനൊരു 40+ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു ഏജിലുള്ളവരും പല ഏർണിങ്സ് ആയിട്ടും പല കാര്യങ്ങളിലും ഫേമസ് ആയിട്ട് പോയവരുണ്ട് ഫാമിലിയിൽ തന്നെ. അപ്പോൾ എൻ്റെ അടുത്തൊരു കസിൻ ചോദിച്ചു, ചുമ്മാ ഒന്നും ചെയ്യാണ്ട് അടങ്ങിക്കൂടി ഇരിക്കുകയല്ലേ എന്ന് ചോദിച്ചു. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെയെന്ന് ചോദിച്ചപ്പോൾ എനിക്കപ്പോൾ ഭയങ്കര ഫീൽ ചെയ്തു. അപ്പോൾ എനിക്കൊരു കഴിവില്ലല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ വരച്ച് നോക്കിയത്. അപ്പോൾ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു, മക്കളും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ വന്നതിൻ്റെ അടുത്ത് ചോദിച്ചു ഓൺലൈൻ ക്ലാസ് നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മലയാളം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ കിട്ടിയിരുന്നില്ല. അങ്ങനെ സാറിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടേ. അപ്പോൾ സാറിൻ്റെ വീഡിയോസ് നോക്കിയിട്ട് കുറേയൊക്കെ വരച്ച് നോക്കിയിരുന്നു. അങ്ങനെ കുറേ പിക്ചേഴ്സ് ഞാൻ വരച്ചിരുന്നു. അപ്പോഴും എനിക്ക് ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ വീഡിയോസിൽ തന്നെ ടൂൾസും സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഹസ്ബൻഡിക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നു. അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല,
സാറിൻ്റെ വീഡിയോസ് കാണും, അതിൻ്റെ പേരൊക്കെ നോക്കും, അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ വരച്ചിട്ട് നിൽക്കുമ്പോൾ സാറിൻ്റെ ഞാൻ FB ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് FBയിൽ ഞാൻ ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാർ മെസ്സേജ് അയച്ചു, ജോയിൻ ചെയ്തു. അപ്പം എനിക്കതൊരു ഭയങ്കര ബാഡ് ഫീലായിട്ട് മനസ്സിലേക്ക് കടന്നിരുന്നു, വിഷമം. കാരണം എനിക്കൊന്നും ആവണില്ല, എന്നെക്കൊണ്ടൊന്നും ആവണില്ല. എല്ലാവരും ഒരു പല രീതിയിലും ഇപ്പോൾ എന്താ 40+ ആണ് നല്ല കാലം എന്നാ പറയണം ഇപ്പം എല്ലാവരും. ഇപ്പോൾ 40+ലാണ് എല്ലാവരും ആക്റ്റീവ് ആവണമെന്നാണ് പറയുന്നത്. അപ്പം എനിക്കും ആയിക്കൂടെ, കാരണം എനിക്ക് ചെറുതായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സാറിൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് കേട്ടാൽ പറ്റുമെന്ന് എനിക്ക് തോന്നലുണ്ടായിരുന്നു. സാറിൻ്റെ ക്ലാസ് ഫസ്റ്റൊക്കെ ഞാൻ കേട്ട് കഴിഞ്ഞ് ഞാൻ കുറച്ച് കിട്ടിയപ്പോൾ പിന്നെ സാറിൻ്റെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്കൊരു വാശി പോലെ ആയത്. അത് പഠിക്കണം, എവിടെയെങ്കിലും എത്തണം, എനിക്ക് ഫേമസ് ആവണം എന്നുള്ളൊക്കെ ഒരു അതിമോഹമാണോ എന്നറിയില്ല, എങ്കിലും എല്ലാവരുടെ ഇടയിൽ ഒരു ഫേമസ് ആവണം എന്നുള്ളൊരു ആഗ്രഹം വന്നു തുടങ്ങിയത്. ഇപ്പോൾ സാറിൻ്റെ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും വാശിയാണ്, ആവണം എന്നുള്ളൊരു വാശിയാണ്. അങ്ങനെ ഇപ്പം അങ്ങനെ എത്തിപ്പെട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് കുറേയൊക്കെ പിക്ചേഴ്സ് ഞാൻ വരച്ചിട്ടുണ്ട്, ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. ഫാമിലിയിലും അങ്ങനെയാണ് പറയണത്. മക്കളൊക്കെ പറയുന്നുണ്ട് ലെവൽ മാറി എന്നാണ് പറയണത് മക്കള്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ്. രണ്ട് തരത്തിൽ ആർട്ട് പഠിച്ചു എന്ന് പറഞ്ഞില്ല. ആദ്യം യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് പഠിച്ചത്, ഇപ്പൊ Yes, ഓൺലൈൻ yes. ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ്ലി പഠിക്കുന്നുണ്ട്. രണ്ടും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസാ തോന്നുന്നത്? ഡിഫറൻസ് ഉണ്ട് സാർ. കാരണം യൂട്യൂബ് വീഡിയോ കണ്ട് പഠിക്കുമ്പോൾ നമുക്ക് സാറാ പറയണത് ജസ്റ്റ് അങ്ങനെ കോപ്പി ചെയ്ത് പോവാം. ചെയ്യുമ്പോൾ നമുക്ക് ഡൗട്ട് വരും, അപ്പോൾ അവിടെ സ്റ്റക്ക് ആവും. നമുക്ക് ചോദിക്കാൻ വേറെ ആരുമില്ല, അവിടെ സ്റ്റക്ക് ആവും. പിന്നെ നമ്മൾ ചിലപ്പോൾ റോങ് ഇതിലാവും ചെയ്തു പോകുന്നുണ്ടാവുക. പിന്നെ സാറിന് അറിയാലോ, യൂട്യൂബിൽ കംപ്ലീറ്റ് ആയിട്ട് ആരും വീഡിയോസ് ഇടില്ല എന്നുള്ളതും അറിയാലോ. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ വരച്ചിരുന്നതാ. പക്ഷെ ഇപ്പോൾ എനിക്ക് സാറിൻ്റെ അടുത്ത് ഈ വാട്സപ്പ് ആയിട്ടാണെങ്കിലും നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നല്ല സപ്പോർട്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ പിക്ചർ അല്ലാതെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, സാർ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. നമുക്ക് വേണ്ട ടൂൾസിനെ കുറിച്ചിട്ടും അത് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ കിട്ടാനുള്ള മറ്റുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെന്ന് പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു. അതിലൊക്കെ നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളെപ്പോലത്തെ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോഴും നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം, എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ നല്ല ചേഞ്ചാണ് എനിക്ക്. ഒരു യൂട്യൂബിൽ നിന്ന് പഠിക്കുന്നതിനായിട്ടും ഒരുപാട് ചേഞ്ച് ഉണ്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ. യെസ്, അപ്പൊ ഞാൻ എന്തായാലും ചിത്രങ്ങൾ വരച്ചതൊന്നും നോക്കാം, അതിനുശേഷം നമുക്ക് ഫർദർ ഓക്കെ സാർ. ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ സാർ. കോഴ്സ് എവിടെ വരെ എത്തി? കോഴ്സ് ഇപ്പം ഞാൻ അഡ്വാൻസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോഴും A to Z ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കാറുണ്ട്. കാരണം നമ്മൾ പല പിക്ചേഴ്സ് വരയ്ക്കുമ്പോഴും കുറച്ച് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതിന് സാർ എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ മറവി ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വീണ്ടും പോയിട്ട് ക്ലാസ് അറ്റൻഡ് നോക്കും എന്തായിരുന്നു പേരെന്ന്. പിന്നെ നമ്മൾ ഓരോ ഫീച്ചേഴ്സ് സെപ്പറേറ്റ് പഠിക്കുമ്പോൾ ഇപ്പോൾ നോസിനായാലും ഓരോ ഇതിനും സാർ സെപ്പറേറ്റ് പേര് പറയണ്ടല്ലോ. അതൊക്കെ നോട്ട് ചെയ്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ചില സമയത്തൊക്കെ മറക്കാറുണ്ട്. അപ്പോൾ വീണ്ടും ആ ക്ലാസ് വീണ്ടും കേൾക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ ശരിക്കും ലൈൻ വെയിറ്റിലാണ് നിൽക്കുന്നത്, പഠിച്ചു വന്ന് നിൽക്കുന്നത് അവിടെയാണ്. ഇടയ്ക്ക് A to Z പോയി വീണ്ടും തപ്പാറുണ്ട്. കുറെ കൂടി കോൺഫിഡന്റ് ആയെന്ന് തോന്നുന്നല്ലേ വരയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ? അയ്യോ, ഷുവർ കോൺഫിഡൻ്റ് ആയി. കാരണം കോൺഫിഡൻ്റ് ആയി എന്ന് മാത്രമല്ല, മടി എന്ന സംഭവം നല്ലോണം ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറേയൊക്കെ മാറി. എങ്ങനെയാ മടി മാറിയത്? മടി മാറുന്ന നല്ല മടിയായിരുന്നു സാർ. കാരണം ഞാൻ പെയിന്റിങ് ചെറുതായിട്ട് ചെയ്തിരുന്നു. അതും ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ നിന്നൊക്കെ നോക്കിയിട്ടാണ് പെയിന്റിങ്ങും ചെയ്തിരുന്നത്. അതാ പെയിന്റിങ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ 4-5 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ട് പിക്ചേഴ്സൊക്കെ സേവ് ചെയ്ത് വെക്കും, ക്യാൻവാസ് ഒക്കെ കൊണ്ട് വെക്കും. ഭയങ്കര മടിയായിരുന്നു. ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങ് ജോയിൻ ചെയ്തപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വരച്ച് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വരക്കണം, അതേ എല്ലാവരും അത് വരക്കണം എന്നുള്ളതൊക്കെ വരുമ്പോൾ ഇപ്പം മിക്ക ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരക്കും. ചിലപ്പോൾ ഈസി ലൈൻ ആയിട്ടുള്ളതായും വരക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയി വരക്കാറുണ്ട്. പെർഫെക്റ്റ് ആയിന്ന് വരാറില്ല. ഞാൻ ചിത്രങ്ങൾ നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നത്. ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് പോർട്രേറ്റ് വരയ്ക്കുന്നതിലും ഷെയ്ഡിങ്ങിലും. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ ഇതല്ലേ കോഴ്സിൽ വന്ന സമയത്ത് നമ്മൾ വരച്ചൊരു ചിത്രം ലൈവായിട്ട് വരച്ച ഈ ഒരു അപ്പൊ എനിക്ക് ലെവലിൽ നിന്ന് ഇവിടെ പേടിയുണ്ടായിരുന്നു അതൊക്കെ വരയ്ക്കുമ്പോ, ഭയങ്കര പേടിയായിരുന്നു. വരയ്ക്കുന്ന സമയത്ത് ലൈൻ കണ്ടാൽ മനസ്സിലാവും, പേടിച്ചാണ് ഓരോ പോർഷനും വരച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടേക്ക് ടെൻഷനും എത്തിയ പേടിയൊക്കെ ആയിരുന്നു. സമയത്ത് കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ പറ്റി. ഔട്ട്ലൈൻ എന്താന്ന് മനസ്സിലാക്കി, ഷെയ്ഡിങ് എന്താന്ന് മനസ്സിലാക്കി. പിന്നെ എസ്പെഷ്യലി ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫേസിന്റെ വലിയൊരു ഭാഗം കൈകൊണ്ട് മറച്ചിരിക്കുക, എന്നിട്ട് പോലും ഈ ഡ്രോയിങ് കാണുന്ന ഒരാൾക്ക് ആരാ ഇതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ഒരു പോർട്രേറ്റ് ഇതും കണ്ടതും ഫേസ് മുഖച്ഛായ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ഇനി ഇതൊരു നമ്മുടെ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്. മോന് പറഞ്ഞിട്ട് വരച്ചതാ. അപ്പോ മോന് ഒരു ടീമുണ്ട്. അപ്പൊ അവർക്ക് അയച്ചു കൊടുത്തപ്പോ ജസ്റ്റ് അയച്ചു കൊടുത്തപ്പോ ആരാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോ ആന്റി ഞാനെന്താ പൊട്ടനാന്ന് ചോദിച്ചു ഒരു കുട്ടി എൻ്റെ അടുത്ത്. അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്. ആദ്യം ആന്റി എന്താ ചോദിക്കുന്നത്, നന്നായി മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു അവരന്ന്. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു എൻകറേജ്മെന്റ് ആണ്. ഇനിയും വരക്കണം എന്നുള്ളൊരു ഇത് നന്നായി ഉണ്ടാവാറുണ്ട്. Yes. ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇടാറുണ്ട്. ഉം. അതൊരു ഇത് സന്തോഷമല്ലോ, ആരെങ്കിലൊക്കെ ഒരു മെസ്സേജ് അയക്കുമ്പോ. നന്നായിട്ട് ലേണിങ്ങിൽ ഇനി മാറ്റങ്ങളൊന്നും വരുത്താനില്ല, ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ. ഇനി അടുത്തടുത്ത കോഴ്സുകൾ കംപ്ലീറ്റ് ആക്കുക. അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ കുറെ കൂടി മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസുകൾ കറക്റ്റ് ആവും. പിന്നെ കളർ പെൻസിൽ കോഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറെ കൂടി ബെറ്റർ ആയിട്ട് വരും. പോർട്രേറ്റ് ഒരു നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും കൂടി കറക്റ്റ് ആയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയി. ബാക്കി ഇനി ഷെയ്ഡിങ് കുറേ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ഡിഫറെൻറ്റ് പെൻസിലുകൾ യൂസ് ചെയ്യുക. ഓക്കെ. പെൻസിൽ ഇപ്പോൾ ഏതാ യൂസ് ചെയ്യുന്നത്? എനിക്ക് അങ്ങനെ ഞാന് ഫേബർ കാസലിന്റെ 8B 6B വരെയുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ഇവിടുന്ന് ഒരു പെൻസിൽ വാങ്ങിച്ചു 10B. പക്ഷെ അത് സാർ കളർ എല്ലാം ഒരേ കളർ പോലെ തോന്നുന്നു. ഡാർക്കൊക്കെ ചേഞ്ച് ഒന്നും തോന്നുന്നില്ല. അപ്പൊ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരിയിൽ ഒരാൾ വരുന്നുണ്ട്. ആ വൈറ്റ്നറും പിന്നെ മോണോസീറോ ഇറൈസറും ഒക്കെ ഐവറി പേപ്പർ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൽ മിക്സ് ചെയ്യുന്ന മീഡിയംസ് ആണ്. ഒന്ന് ഗ്രാഫൈറ്റും അടുത്തൊരു മീഡിയം ചാർക്കോളാണ്. അപ്പോൾ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റും ക്ലേയും കൂടി മിക്സ് ചെയ്തിട്ടാണ് പെൻസിൽ ഉണ്ടാക്കുന്നത്. പിന്നെ പെൻസിൽസിന്റെ ഗ്രേഡ് അനുസരിച്ചിട്ട് കട്ടിയും കൂടിയും കുറഞ്ഞിരിക്കും. അത് ബിയുടെ നമ്പർ കൂടുന്നതോറും പെൻസിൽ ഡാർക്ക് ആവും, പെൻസിൽ സോഫ്റ്റ് ആവും, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 10B എന്ന് പറയുന്ന പെൻസിൽ നല്ല ഡാർക്ക് പെൻസിൽ ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോവും. HB ആണെങ്കിൽ ഹാർഡ്നെസ്സും ബ്ലാക്കും ഒരുപോലെ ഇരിക്കും, എഴുതാനും ഔട്ട്ലൈൻ സ്കെച്ചസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഗ്രാഫൈറ്റ് പെൻസിൽസിന്റെ കേസ്. ഗ്രാഫൈറ്റ് പെൻസിൽ നോർമലി ഇപ്പോൾ ഡ്രോയിങ് ചെയ്യാനും ഷെയ്ഡിങ് ചെയ്യാനൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പെൻസിലാണ് ഗ്രാഫൈറ്റ് പെൻസിൽ. പക്ഷേ ചെറിയ ഗ്ലേസിങ് ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നില്ല എക്സ്ട്രാ ഭയങ്കരമായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, അത് അച്ചീവ് ചെയ്യുന്നതിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഗ്രാഫൈറ്റ് പെൻസിലിൽ ലിമിറ്റേഷൻ ഉണ്ട്. എത്ര ചെയ്താലും ഒരു ഗ്രേ ടോണിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് നല്ല ബ്ലാക്ക് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചാർക്കോൾ പെൻസിൽ ഓപ്റ്റ് ചെയ്യാറുണ്ട്. ചാർക്കോൾ പെൻസിലിന്റെ മീനിങ് കരിയാണ്. ചാർക്കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയാണ്. അപ്പം അതിന്റെ സ്പെഷ്യാലിറ്റി പെട്ടെന്ന് പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോകുന്ന മാത്രമല്ല, വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മഡ്ജ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ് ആവും പേപ്പറിന് മുകളിലോട്ടൊക്കെ. അതുകൊണ്ടാണ് പലപ്പോഴും ബിഗിനേഴ്സിന് ഡയറക്റ്റ്ലി പെൻസിലിന്റെ രൂപത്തിലുണ്ട്, അതുപോലെ തന്നെ സ്റ്റിക്കിന്റെ രൂപത്തിലുണ്ട്, ഡിഫറെന്റ് രൂപത്തിൽ കിട്ടും. എന്റെ അടുത്ത് ഞാൻ സാധനം വാങ്ങിച്ചു. അത് അതിന്റെ കവറിങ് ഒരു ഗ്ലേസിംഗ് ഉള്ള സാധനമാണ്. അത് താഴെ വീണപ്പോ എല്ലാം പൊട്ടിപ്പോയി, പെട്ടെന്ന് പൊട്ടിപ്പോയി. അങ്ങനെ തന്നെയാണ് അതെങ്ങനെയത് യൂസ് ചെയ്യാന്ന് മനസ്സിലായില്ല. അത് ഭയങ്കര റഫ്, അങ്ങനെ വരക്കുമ്പോ റഫായി തോന്നുന്നത്. അതെ 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 അതെ. അപ്പൊ ഈ പറയുന്ന ഇതിപ്പോ ബ്രിസ്ട്രോന്റെ ഇത് വുഡ്ലെസ് ആണ്. ഇത് വുഡ് ഉണ്ടാവില്ല. ഇപ്പൊ കയ്യിലിരിക്കുന്ന പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കോട്ടിംഗ് ആയിരിക്കും പുറത്തുണ്ടായിരിക്കുക, അല്ലേ? ഗ്ലേസിങ്ങോട് കൂടിയുള്ള കോട്ടിംഗ് ആയിരിക്കും. അപ്പൊ ഇത് ഷാർപ്പൻ ചെയ്യണമെങ്കിൽ ഒന്നിലേക്ക് നമ്മുടെ നോർമൽ പേനക്കത്തി പോലത്തെ കത്തി യൂസ് ചെയ്ത് ഷാർപ്പൻ ചെയ്യാം. നമുക്ക് മെക്കാനിക്കൽ ഷാർപ്പനർ ഉണ്ട്. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് മെക്കാനിക്കൽ ഷാർപ്പനർ എന്ന് പറയും. ഇങ്ങനത്തെ കണ്ടോ? ഇതിന്റെ ഒരു സൈഡിലൂടെ പെൻസിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തിരിക്കണം. ഇതിങ്ങനെ ആദ്യം ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ നീട്ടി വെക്കും, എന്നിട്ട് പെൻസിൽ ഇടണം, തിരിക്കണം. അപ്പൊ പൊട്ടിപ്പോവാതെ ഷാർപ്പൻ ചെയ്തെടുക്കാൻ പറ്റും. നോർമൽ ഷാർപ്പനറിൽ ചില ചാർക്കോൾ പെൻസിൽസ് ഇട്ട് ഷാർപ്പൻ ചെയ്യുമ്പോൾ പൊട്ടി പോകുന്നത് കാണുന്നുണ്ട്. മെക്കാനിക്കൽ ഷാർപ്പനർ ആവുന്ന സമയത്ത് നല്ല ഷാർപ്പൻഡ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു പേനക്കത്തിയൊക്കെ യൂസ് ചെയ്ത് ഷാർപ്പൻ ചെയ്യുന്നതാണ്. ഇത് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? അതൊന്ന് ഷാർപ്പൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പേനകത്ത് യൂസ് ചെയ്ത് പതിയെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഷാർപ്പൻഡ് ആവുന്നുണ്ടോ ഹെയർ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഡാർക്ക് പോർഷൻസ് അങ്ങനെ തന്നെയാണ്. ഒരു ഹാർഡ് ഫീൽ ആയിരിക്കും. പേപ്പറിൽ പിടിക്കുന്നുണ്ടോ ചെയ്യുന്ന സമയത്ത്? കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പിടിക്കും. പേപ്പറിന്റെ കുഴപ്പമാണോന്ന് അറിയില്ല. കാരണം ഞാൻ ആദ്യമൊക്കെ വരച്ചിരുന്നത് GSM നോക്കിയിട്ടൊന്നും ആയിരുന്നില്ല. ചുമ്മാ 4 പേപ്പർ എടുക്കും, അല്ലെങ്കിൽ പിള്ളേരുടെ ആർട്ട് ബുക്ക് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയാ ചെയ്തിരുന്നത്. ഈ പറഞ്ഞ പോലെ സാറ് അന്ന് ചാർക്കോൾ പെൻസിലിന്റെ ക്വാളിറ്റിയും അനുസരിച്ചിരിക്കും. എല്ലാ ചാർക്കോൾ പെൻസിലും പേപ്പറിൽ പിടിക്കണമെന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രിസ്ട്രോ, ആ പർട്ടിക്കുലർ ബ്രാൻഡ് നല്ല റിസൾട്ട് തരുന്നുണ്ട്.
പിന്നെ ഉം. ക്യാമലിന്റെ ഒരു 3 സെറ്റുള്ള പെൻസിൽസ് ഉണ്ട്, അതും കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. എല്ലാം ഉം. ചാർക്കോളും നമ്മുടെ നോർമൽ പേപ്പറിൽ വർക്ക് ആവണമെന്നില്ല, അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ. ക്യാമൽ ബ്രാൻഡ് കാണിച്ചിട്ടുണ്ട്. ക്യാമൽ ബ്രാൻഡും സ്റ്റാർട്ടിങ് ഭയങ്കര റേറ്റ് കുറവാണ് ക്യാമലിന്റെ. പക്ഷെ പറഞ്ഞ പോലെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവും. പെൻസിൽ പോലെ തന്നെ, പെൻസിലിന്റെ അകത്താണ് ചാർക്കോൾ വരുന്നത്. അപ്പൊ അതും വേണമെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ സാറിന്റെ വീഡിയോ കണ്ടിരുന്നു. ഇത് പക്ഷെ ഇത് നോർമൽ ഷാർപ്പനർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടി പോകും. അപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ട് തന്നെ ഷാർപ്പൻ ചെയ്യും. ഇത് നോർമൽ പെൻസിൽ പോലെ തന്നെ യൂസ് ചെയ്യാം. ഈ എനിക്ക് തോന്നുന്നു ടൈപ്പ് ഈ ഇത് ടൈപ്പാ? ഈ ടൈപ്പ് പെൻസിൽ നോർമൽ പെൻസിൽ പോലെ തന്നെയാണ്. സാധാ പെൻസിൽ എങ്ങനെ ഇതാണ്. ഇരിക്കുകയാണോ അതുപോലെ ഇതും ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ഏറ്റവും ഡാർക്കുള്ള ഭാഗങ്ങളിൽ ഒക്കെ നമുക്ക്, ഞാൻ ചാർക്കോൾ വർക്ക് കുറച്ച് കാണിച്ചു ഞാൻ നോക്കട്ടെ. ഞാൻ ചാർക്കോൾ വർക്ക് ചെയ്തത് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഞാൻ സാൻഡ് പേപ്പർ വാങ്ങിച്ച് സാറ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് സാൻഡ് പേപ്പറിൽ അങ്ങനെ ഉരച്ചിട്ട്, എന്നിട്ട് ഞാൻ ബ്രഷ് വെച്ചിട്ട് ചെയ്തിരുന്നത്. കാണിച്ചു തരാം. എൻ്റെ രണ്ടൊരു വർക്ക് ഉണ്ട്. ഈ വർക്ക് ഉണ്ടോ? ഈ വർക്ക് ഇത്തിരി ഫ്രീഡം എടുത്ത് ചെയ്തൊരു വർക്കാണ്, ഞാൻ പഠിക്കാൻ വേണ്ടി ചെയ്തൊരു വർക്കാണ്. പക്ഷേ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടോ, ഇതൊക്കെ ആക്ച്വലി ചാർക്കോൾ പൗഡറും ചാർക്കോൾ പെൻസിലുമാണ്. നോക്കി നമ്മുടെ നോർമൽ പെൻസിൽ ഗ്രാഫിറ്റ് ഉപയോഗിച്ച് ഇത്രയും ഡാർക്ക് കിട്ടില്ല. ഓക്കെ. ഇതേപോലെ എനിക്ക് ഒരു റഫായിട്ട് ഫീൽ ചെയ്തിട്ടാണ് ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. റിസൾട്ട് കിട്ടുക. പക്ഷെ നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്തൊക്കെ യൂസ് ചെയ്യണമെങ്കിലുണ്ടോ ഇത്തരത്തിലുള്ള പോർഷൻസ് ഒക്കെ നല്ല ഡെപ്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ചാർക്കോൾ പെൻസിലാണ്, ഈ ഗ്യാപ്പൊക്കെ. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന പിക്ചറിൽ കുറച്ചും കൂടി ഒരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, ഏറ്റവും ബ്ലാക്ക് ഉള്ള ഭാഗങ്ങളിൽ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യും. ഡ്രസ്സിന്റെ ഭാഗത്ത് വൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടില്ലേ? ഇതാണോ? ആ സെറ്ററിന്റെ ഭാഗം. അത് സാർ എങ്ങനെയാ ചെയ്തത്? അത് ഇറേസർ ഉപയോഗിച്ചിട്ട്, അത് ഇലക്ട്രിക്കൽ ഇറേസർ ആണ്. ഇലക്ട്രിക്കൽ ബാറ്ററി ഇടാൻ പറ്റുന്ന റേസർ. അപ്പോൾ തിരിയും, അതിന്റെ ടിപ്പ് കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അത് വെച്ചിട്ട് ഇങ്ങനെ സിക്സ് ആഗ് ലൈൻ ഇട്ടതാ, ഇലക്ട്രിക്കൽ റേസർ വെച്ചിട്ടാ. ആദ്യം ചാർക്കോൾ പൗഡർ വെച്ചിട്ട് ഫുള്ള് ചെയ്തിട്ടുണ്ടാവും. ആദ്യം ഇത് മൊത്തത്തിലൊരു ഗ്രേ കളറായി, ഈ ഒരു ഏരിയ മൊത്തത്തിലൊരു ഗ്രേ കളർ ആയിരിക്കും ഗ്രേ ഉണ്ടായിരിക്കുക. കളർ. ആ ഗ്രേ ആണ് ഇടയിൽ കാണുന്നത്, മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഒരു ലെയർ ഫുള്ള് ഇങ്ങനെ വൈറ്റ്, അത് പ്യൂർ വൈറ്റ് ആയിരിക്കും. ഒരു ലെയർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫുൾ വൈറ്റിൽ ഇങ്ങനെ സിക്സ് ആഗ് ലൈൻ ഇങ്ങനെ പോകും. എന്നിട്ട് ആ ചുളിവ് കാണിക്കാനായിട്ട് മുകളിലും താഴെയും ചെറുതായിട്ട് സ്മഡ്ജ് ചെയ്തിടും. അപ്പൊ ഇവിടെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ടോണും ഇവിടെ ഒരു ഡാർക്ക് ആയിട്ടുള്ള, അങ്ങനെ ഒരു 3-4 സ്റ്റെപ്പിലാണ് ഇത് ചെയ്യുന്നത്. സ്മഡ്ജ് ചെയ്തിട്ടുണ്ട് സൈഡിൽ. സ്മഡ്ജ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഒരു ഗ്രേ ടോൺ ഇങ്ങനെ, അതുകൊണ്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലത്തെ ഫീൽ കിട്ടുന്നു. ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൂളൊന്ന് അപ്ഗ്രേഡ് വെക്കും. ചാർക്കോൾ പെൻസിൽ ക്യാമലിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ബ്രിസ്റ്റോന്റെ പുതിയ പെൻസിൽ വാങ്ങുന്ന സമയത്ത് അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. അപ്പോൾ ഇപ്പോൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ കറക്റ്റ് മെത്തേഡിലാണ് വരയ്ക്കുന്നത്. കുറച്ചും കൂടി പെൻസിൽ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് ഏരിയാസിനെ കുറച്ചും കൂടി ഡെപ്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കുറെ കൂടി ഒരു 3D, ഈ പിക്ചർ തന്നെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ പിക്ചറിൽ തന്നെ റെഫറൻസ് പിക്ചറിൽ ഹെയർ കണ്ടോ, ഹെയറിന്റെ ഒരു ഡെപ്ത് കണ്ടോ, ഇത്തിരി ഡാർക്ക്, കൂടുതൽ ഡാർക്കാ. നമ്മൾ വരച്ചത് ഒരു ഗ്രേ ടോൺ ആണ്. പെൻസിൽ വരുന്നില്ല. അപ്പോൾ നമ്മുടെ പുതിയ പെൻസിൽ പാക്ക് വരുമ്പോൾ 10B റേഞ്ച് പെൻസിൽ യൂസ് ചെയ്യാം. ഒരുപാട് ഡാർക്ക് ആണെങ്കിൽ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യാം. കറക്റ്റ് ചെയ്ത മെത്തേഡ് കറക്റ്റാ. ടൂൾസിന്റെ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ചെയ്തതും ഇതിലാണെങ്കിലും ഇപ്പൊ കണ്ടോ, ഇവിടെ അതൊരു പരീക്ഷണമായിരുന്നു. ഹാച്ചിങ് ഒക്കെ എല്ലാം കൂടെ ആയിട്ട് കറക്റ്റ് ആവുമെന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഹാച്ചിങ്ങിന്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ പിക്ചേഴ്സ് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പം ചെയ്ത് നോക്കണമെന്ന്. അപ്പൊ ചെയ്ത് വന്നപ്പോ ഏകദേശം ആ ഫേസ് വന്നപ്പോ എന്തായാലും കണ്ടിന്യൂ ചെയ്തോളൂ. ഇനി നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് നെക്സ്റ്റ് ഗോള്? ഞാൻ എല്ലാവരുടെയും ഗോൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. 1 to 1 എനിക്ക് ക്ലാസ് എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട് സർ. ആർക്ക് ക്ലാസ് എടുക്കാനാണ്? പിള്ളേരെ ആർട്ട് പഠിപ്പിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ചെറിയ കിഡ്സിനെയാണോ? ചെറുത് ഒരു 14. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് കൂടെ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഒരുപാട് പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ നമുക്ക് ആ ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളത്. അതിൽ എൻ്റെ ഫാമിലിയും സാറും എല്ലാം വേണം. അത് കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു ആഗ്രഹമാണ്. വരക്കണം, ചെയ്യണം. പെയിന്റിങ് ആയാലും പോർട്രേറ്റ് ആയാലും ചെയ്തിട്ട് എക്സിബിഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമുക്കൊരു അംഗീകാരം കിട്ടുമല്ലോ. അപ്പൊ അതും എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇതിലെന്തെങ്കിലും ഡൗട്ടുകളോ എല്ലാം എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടോ?
എനിക്കോ ക്ലാസ്സുമായിട്ടോ? എന്തിലാണെങ്കിലും. ഓക്കെ. ഞാൻ ഐവറി എന്നുള്ളത് നമ്മൾ പേപ്പറിന്റെ പേരല്ലേ, ബ്രാൻഡ് പലതും ഇല്ലേ? ഐവറി ആക്ച്വലി ഒരു കളറിന്റെ, ഞാൻ കാണിച്ചു തരാവേ. അത് ആ പലരും ഐവറി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കളറാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരു ഓഫ് വൈറ്റ് ആയിട്ടാണ് കാണുന്നത് അതെ പേപ്പേഴ്സ്. അതെ അതെ ഈ ആനക്കൊമ്പിന്റെ ഒക്കെ കളർ ആ തന്നെയാണ് ആ ആ ആക്ച്വലി ഐവറി എന്ന് പറയുന്നത്. അപ്പൊ ആ അത്തരത്തില് കളർ വരുന്ന പേപ്പേഴ്സിനെയാണ് ശരിക്കും ആദ്യ കാലഘട്ടത്തിൽ ഐവറി പേപ്പർ എന്ന് വിളിച്ചു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഇപ്പൊ ശരിക്കും ഒരു പെർട്ടിക്കുലർ പേപ്പർ ആയിട്ട് അത് മാറി. കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആ 210 GSM ഒക്കെ കട്ടിയുള്ള പേപ്പേഴ്സിനെയാണ് ഐവറി ഷീറ്റ് എന്ന് വിളിക്കുന്നത്. പല ബ്രാൻഡിന്റെ അവൈലബിൾ ആണ്. ഓക്കെ അപ്പൊ സർ. നോർമൽ പേപ്പറിന്റെ കളർ ആയിരിക്കില്ല, ചെറിയൊരു ഒരു ഓഫ് വൈറ്റ് കളർ ആയിരിക്കും ഐവറി പേപ്പറിന് ഉണ്ടായിരിക്കുക. ഓക്കെ അതിനാണ് ഐവറി ഷീറ്റ് എന്ന് വിളിക്കുന്നത്. നോർമലി കൂടുതൽ റിയലിസ്റ്റിക് ചിത്രങ്ങൾ വരയ്ക്കാനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഐവറി ഓക്കെ ഷീറ്റ് യൂസ് ചെയ്യുന്നത്. റേറ്റ് കുറവായിരിക്കും, സ്മൂത്ത് ആയിരിക്കും പേപ്പർ. ആ ചാർക്കോളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ അകത്ത്. ഓക്കെ സർ. പിന്നെ ഒരു ഡൗട്ട്, നമ്മൾ പെൻസിൽ ഷെയ്ഡ് ചെയ്തതിന് ശേഷം നമ്മൾ വൈറ്റ്നർ വെച്ചിട്ട് ഇപ്പോൾ ഐബോൾസിന്റെ ഉള്ളിൽ ആ വൈറ്റ് കളറോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്കത് വേറെ കളറായി മാറുന്നു, ഒരു ബ്ലൂ. ഉം. അതിന് ചെയ്ത് അതിന് കഴിഞ്ഞ് ടൂൾ കുറച്ച് ഉണ്ട്. കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ് ജെൽ പെൻ ആണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോ ഇതൊക്കെയാണ് പെർഫെക്റ്റ്. ഈ ജെല്ലി റോൾ എന്ന് പറയുന്ന ബ്രാൻഡ് ജെല്ലി സാക്കുറ. റോൾ 8 എന്നുള്ളത് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് അങ്ങനെ വരില്ലല്ലോ അല്ലേ? ഇല്ല, അതിനങ്ങനെ ബ്ലൂയിഷ് ടിന്റ് അധികം കുറവാണ്. ഒരു വൈറ്റ് തന്നെ ഓക്കെ കിട്ടാറുള്ളത്. ഓക്കെ വൈറ്റ്നർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വൈറ്ററിന് ആ ഒരു ചെറിയ ബ്ലൂയിഷ് കളറല്ലേ ഉണ്ടായിരിക്കുക. ഈ ജെല്ലി റോൾ പെന്നെ ഇത്തിരി കൂടി പ്യൂർ വൈറ്റ് ആയിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ ഹെയർ ഇൻറ്റൻറ്റിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വൈറ്റ് ഹെയർ ചെയ്യില്ലേ? അപ്പം നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്കില്ലാത്ത ട്യൂബ് തന്നെ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ചാർക്കോൾ പൗഡർ വെച്ചിട്ട് ആദ്യം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നോർമലി ഈ പറയുന്ന ഇൻഡന്റിങ് യൂസ് ചെയ്യാൻ തന്നെ ഡിഫറെൻറ്റ് ടൂൾ ഇപ്പോൾ ഉണ്ട്. വൈറ്റ് മഷില്ലാത്ത പെന്ന് യൂസ് ചെയ്യാം. ചിലർ മറ്റേ നൈഫിൻ്റെ സൈഡൊക്കെ വെച്ച് ഇങ്ങനെ വരയ്ക്കണ കാണാറുണ്ട്. പിന്ന് യൂസ് ചെയ്യുന്നവരുണ്ട്. കുഴികൾ എങ്ങനെ വേണമെങ്കിലും ഏത് സൈസിൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, കുഴി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഷെയ്ഡിങ് ചെയ്യാനായിട്ട് പെൻസിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഷെയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ മറ്റേ ഗ്രാഫൈറ്റ് പൗഡർ, ചാർക്കോൾ പൗഡർ ഇതിൽ മുക്കിയിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അപ്പൊ വൈറ്റ് തിന്നായിട്ടുള്ള കളർ പോവില്ലേ? വൈറ്റ് കളർ ഒരുപാട് സ്ഥലങ്ങളിൽ പോകും. കുറച്ചും കൂടി തിന്നായിട്ടുള്ള ലൈൻ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. കട്ടിക്ക് ലൈൻ വേണമെങ്കിൽ ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യുമ്പോൾ കുഴിയിലേക്ക് ഇറങ്ങില്ല. പക്ഷെ ചാർക്കോൾ പൗഡറും ഗ്രാഫൈറ്റ് പൗഡർ ആണെങ്കിൽ ആ കുഴിയിലേക്ക് കുറച്ചും കൂടി ഇറങ്ങും. രണ്ട് ഡിഫറെൻറ്റ് റിസൾട്ട് ആണ് കിട്ടുന്നത്. ഒന്ന് രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ട്രൈ ചെയ്ത് ഏതാണോ നോക്കണം. വേണ്ടത് അതേ സിറ്റുവേഷനിൽ അതെ മെത്തേഡുകൾ അതെ, യൂസ് ചെയ്താൽ മതി. റഫായി ട്രൈ ചെയ്ത് നോക്കണം. അതെ, റഫായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അതും ഡിഫറെൻറ്റ് ടൂളുകൾ യൂസ് ചെയ്യാം. ഇപ്പോൾ കത്തി കൊണ്ടൊക്കെ വരയുന്നത് ഞാൻ കണ്ടുണ്ട് കുറേ പേര്. ഓക്കെ എക്സാക്റ്റ് ഓക്കെ നൈഫ് എന്നൊക്കെ പറയും, അതുകൊണ്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ റിയലിസ്റ്റിക് ഡ്രോയിങ് എന്ന് ചെയ്യുമ്പോൾ സാർ വരച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഫേസിലൊക്കെ ചെറിയ ഡോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ? അത് നമ്മൾ തനിയെ ഇരുന്ന് ചെയ്യേണ്ടതാണോ ഡോട്ട്സും കാര്യങ്ങളും എല്ലാം? അത് എന്ന് ഞാൻ ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. അത് നമ്മൾ എഫേർട്ട് എടുത്ത് 1 by 1 ആയിട്ട് ഇരുന്നിട്ട് തന്നെ ചെയ്യുന്നതാണ്. അത് നമുക്ക് ഏത് അളവിൽ ചെയ്യണമെന്ന് തീരുമാനിക്കാം. ചിലരൊക്കെ കുറെ കൂടി എക്സ്പ്രസീവായിട്ട് എക്സ്ട്രാ ആഡ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. കുറച്ച് പേര് ഫോട്ടോ പോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനൊരു ചിത്രത്തിൽ കുറച്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ചിത്രം നമ്മുടെ കോഴ്സിൻ്റെ അകത്തുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അത് നമ്മൾ എഫേർട്ട് എടുത്ത് ഇരുന്നിരുന്നിരുന്ന് ഇത് കണ്ടോ, ഇവിടെ കണ്ടോ? ഈ ലൈനൊക്കെ ആക്ച്വലി ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ വരയ്ക്കണതോ. വരുന്ന ഓക്കെ. സ്കിന്നിന്റെ ഒരേ ഡയറക്ഷനൊക്കെ ഏരിയ വരയ്ക്കും. നമ്മൾ ക്ഷമിച്ചിരുന്ന് ചെയ്യണം അല്ലേ? ഓരോ ഏരിയ എടുത്ത് ഒരു സൈഡിൽ നിന്ന് ഓരോ ഏരിയ എടുത്ത് അവിടെ എന്തെങ്കിലും ഉണ്ടോ ഡോട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കി കംപ്ലീറ്റ് ആക്കും. അങ്ങനെ ഓരോ ഏരിയ എടുത്ത് ആയിരിക്കും നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ സാർ അങ്ങനെ ചെയ്തു വരുമ്പോഴേ ഡയറക്റ്റ് പിക്ചർ കാണുമ്പോൾ എന്തെങ്കിലും ഒരു അപാകത പോലെ തോന്നില്ലേ? അത് ചിലർക്ക് അങ്ങനെ തോന്നാറില്ല. ഇപ്പോൾ എൻ്റെ ഒരു ചിത്രത്തിൻ്റെ റെഫറൻസ് പിക്ചറും ഇതും തമ്മിൽ നോക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി എന്തോ എടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടും. കാരണം ഇതിൽ ഞാൻ ഇതിൽ എല്ലാം ഓവർഡു ആണ്. റെഫറൻസ് പിക്ചറിൽ ഹൈലൈറ്റ് ഒന്നും ഇത്രയും വൈറ്റ് ഒന്നും അല്ല, കുറച്ചും കൂടി ടോൺ ഡൗൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ആർട്ടിസ്റ്റിൻ്റെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീഡം ഉണ്ട് എന്ത് ചിത്രം വരയ്ക്കാനാണെങ്കിലും. ഈ കമ്മീഷൻ വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. അതായത് വരച്ചാളുടെ പോലെ തന്നെ ഫോട്ടോ കൊടുക്കണമല്ലോ. അല്ലാത്ത പക്ഷം എന്ത് ചിത്രം വരയ്ക്കുമ്പോഴും നമ്മുടെ കണ്ണുകളിലൂടെയാണ് ആ ചിത്രത്തിനെ കാണുന്നത്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ചിത്രത്തിനെ മാറ്റാം. ഹൈപ്പർ റിയലിസ്റ്റിക് ആക്കാം, കാരിക്കേച്ചർ ആക്കാം,
പെയിന്റിങ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ ആൾക്കാരുടെ തോട്ട്സ് മാത്രം വരയ്ക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഏത് രീതി വേണമെങ്കിൽ വരയ്ക്കാൻ പറ്റും. ഞാൻ ആ ബാസ്കറ്റ്ബോൾ പ്ലെയറിന്റെ വരച്ചിട്ടേ അയാളെ ഫേസിൽ ഒന്ന് രണ്ട് ഡീറ്റെയിൽസ് ചെയ്തപ്പോ ഭയങ്കര എടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞു മക്കളും ഹസ്ബൻഡും ഒക്കെ. ഉം. അപ്പൊ ഞാനത് എറേസ് ചെയ്ത് കളഞ്ഞു. ഞാൻ നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. അത് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരണതേ. ഇതുപോലെ ആൾക്കാരുടെ പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കൺവേർട്ട് ആക്കുക, എന്നിട്ട് വരച്ചാൽ മതി. കുറച്ചുകൂടി നമുക്ക് കമ്പയർ പിക്ചർ ചെയ്യാൻ അല്ലേ? പറ്റും. പിക്ചർ ഓക്കെ റെഫറൻസ് ഓക്കെ. പിക്ചർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കൺവേർട്ട് ആക്കിയിട്ട് അത് നോക്കി വരച്ചാൽ മതി. അപ്പം അപ്പൊ ആ അതിലെവിടെയെങ്കിലും ഡോട്ടുകളൊക്കെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഡാർക്ക്നെസ് കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്യും. കൂടാതെ നമുക്ക് ഓക്കെ വേറെ ഓക്കെ. ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതിലെന്താണോ ഉള്ളത് അതുപടി തന്നെ വരച്ചാൽ മതി. കളറാകുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇപ്പോൾ എൻ്റെ ഫേസ് തന്നെ ഒരു പെർട്ടിക്കുലർ കളർ ടോൺ അല്ലോ ഉള്ളത്. ഇത് പെൻസിലോട്ട് വരയ്ക്കുന്ന അതെ സമയത്ത് അതെ. യെല്ലോ കളറിന് ഏത് ടോൺ യൂസ് ചെയ്യണം, റെഡ് കളറിന് ഏത് ടോൺ യൂസ് ചെയ്യണം, നമുക്ക് കൺഫ്യൂഷൻ വരും. അതാണ് ഡാ- കാരണം കളർ പിക്ചർ നോക്കിയിട്ട് ഇതേപോലെ ഡോട്ടൊന്നും ഇതിൽ കാണുന്നില്ല, ഇത്രയും എടുത്ത് കാണിക്കണില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് ഞാൻ ഫുള്ള് റേസ് ചെയ്ത് കളഞ്ഞു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൺവേർട്ട് ആക്കിയാൽ ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൺവേർട്ട് ആകുമ്പോൾ ചിലപ്പോൾ അതിൽ എടുത്ത് കാണുന്നുണ്ടാവില്ല. ഓക്കെ ഓക്കെ. അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ വരക്കണേല് ഗ്രിഡും ഗൈഡ് ലൈൻസ് ഒക്കെ മിക്സ് ചെയ്ത് ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ചില ഏരിയയിൽ എനിക്ക് വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് വരില്ല, അപ്പൊ അവിടെ കുറച്ച് ഇങ്ങനെ കോളൊക്കെ നോക്കും. അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാനുള്ള പ്രശ്നമുണ്ടോ? ഇഷ്യൂ ഒന്നുമില്ല. ഗ്രിഡൊക്കെ ഇടുകയാണെങ്കിൽ ഇറേസ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിന് ലൈറ്റ് ആക്കിയിട്ട് ഇടാന്നുള്ളതാണ്. നമുക്ക് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഗ്രിഡ് ഇട്ട് വരയ്ക്കണോണ്ട് ഞാൻ യാതൊരുവിധ അധികം ഇഷ്യൂ. ഗ്രിഡ് യൂസ് ചെയ്യുക ഐസിന്റെ അവിടെ ലിപ്സിന്റെ അവിടെ, കാരണം ആ പോയിന്റ് ഒക്കെ നമുക്ക് കറക്റ്റ് വന്ന് നിൽക്കില്ല ചില സമയത്ത്. ആ ചിരിയുടെ അതൊക്കെ വരുമ്പോ അപ്പൊ ഒന്ന് നന്നായി ചിരിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സ്ട്രൈറ്റ് ആയി വരച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പൊ കറക്റ്റ് അറിയില്ലെങ്കിൽ ആ ഭാഗം ചെറുതായി ഗ്രിഡ് നോക്കാറുണ്ട് ഞാൻ. അതിനൊരു പ്രാക്ടീസ് മെത്തേഡ് ഉണ്ട് കേട്ടോ. നമ്മുടെ അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സിൻ്റെ അകത്ത് പഠിക്കും. മെഷർമെന്റ് കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആ ഹാ ഹാ പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഒന്ന് അറ്റൻഡ് ആ ചെയ്ത് ഹാ കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ആ ഓക്കെ സാർ. പിന്നെ ഈ ഫേസ് ഞാൻ ചില പിക്ചേഴ്സ് കണ്ടിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് ഉം. ഫേസ് നല്ല സ്മൂത്ത് ആയിട്ട്. അതെന്ത് യൂസ് ചെയ്തിട്ടാ അത് ഞാൻ ചെയ്യാ ചെയ്യണമെങ്കിൽ ശരിക്കും? ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക പൗഡേഴ്സ് ആയിരിക്കും. ഗ്രാഫൈറ്റ് പൗഡർ പഞ്ഞിയിൽ മുക്കിയിട്ട് സ്മൂത്ത് ആയിട്ട്, പിന്നെ ബ്രഷുകൾ യൂസ് ചെയ്യാറുണ്ട്. കണ്ടിട്ടില്ലേ വീഡിയോസൊക്കെ? ആ ഞാൻ ബ്രഷിൽ കണ്ടിട്ടുണ്ട് ഗ്രാഫൈറ്റ് പൗഡർ കണ്ടിട്ടുണ്ട്. അത് നമ്മള് ഗ്രാഫിക് പെൻസിൽ ഷാർപ്പിട്ട് അല്ല സാൻഡ് പേപ്പറിൽ അങ്ങനെ കുറച്ചിട്ടും ഇട്ടാലും മതിയോ? അത് ക്രിയേറ്റ് സെപ്പറേറ്റ് ചെയ്യാം. വാങ്ങിക്കണം? പൊടി വാങ്ങാനും കിട്ടും. പൊടി വാങ്ങാനും കുറച്ചും കൂടി ഫൈൻ ആയിട്ടുള്ള നല്ല പൊടി കിട്ടും. നമ്മൾ വരച്ചിട്ട് ഉം. ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത്തിരി കൂടി കട്ടിയുള്ള പൊടിയായിരിക്കും അത് കിട്ടുന്നുണ്ടായിരിക്കുക. നമ്മള് ഫിംഗർ ടിപ്പ് ചെയ്തിട്ട് ചെയ്യുമ്പോ സ്ക്രാച്ച് വീണ പോലെ തോന്നുന്നു. ഫിംഗറിൽ ചെയ്യരുത്. അതൊന്നില്ലെങ്കിൽ കോട്ടൺ പഞ്ഞി ഉണ്ടല്ലോ, ആ ഉം, പഞ്ഞിയിൽ മുക്കി ഫിംഗർ ആകുമ്പോൾ ഫിംഗറിൽ എണ്ണമയും പരിപാടിയൊക്കെ ഉണ്ടാവും. നമ്മൾ ഉം. അറിയില്ലെങ്കിലും നമ്മൾ ഇല്ലാന്ന് വിചാരിച്ചാലും ഉണ്ട്. പേപ്പറിൽ അത് ഉം, പടരും. ഉം. കോട്ടണിൽ ഡിപ്പ് ചെയ്യാം, പിന്നെ ബ്രഷ് യൂസ് ചെയ്യാം. ആ. അപ്പൊ ഈ ഒരു സ്ക്രാച്ച് വരില്ല അല്ലെ? സ്ക്രാച്ച് വരില്ല. പിന്നെ അധികം ആ അമർത്തരുത്. ഇങ്ങനെ പതിയെ ഇങ്ങനെ നിലമൊക്കെ ഓക്കെ ഇങ്ങനെ ഇതാക്കുന്ന പോലെ അമർത്തി ചെയ്യരുത്. പതിയെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ അത് അങ്ങനെയല്ല, മോന്റെ ക്ലാസ് തേർഡിൽ പഠിക്കുന്ന മോന്റെ ഒന്നിട്ട് ഫ്രണ്ട്സിന്റെ പാരന്റ്സ് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. കാരണം ഞങ്ങളുടെ ഏരിയയിൽ അങ്ങനെ ഒരു ആർട്ട് ക്ലാസ് ഒന്നുമില്ല, സ്കൂളിൽ നിന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പിന്നെ വിസ ഇഷ്യൂ ഉള്ള കാരണം നമുക്ക് ഓഫ്ലൈൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉം. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ അപ്പോൾ ആൻസർ പറഞ്ഞത്, അയ്യോ എനിക്ക് ഞാൻ പഠിക്കുകയാണ്, അപ്പൊ ഞാൻ ഒരാളെ പഠിപ്പിക്കാന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയി പഠിച്ചിട്ടല്ലേ പഠിപ്പിക്കുക. അപ്പൊ അപ്പൊ ഞാൻ നോയാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ വന്നപ്പോ ഹസ്ബൻഡും പിള്ളേരൊക്കെ പറഞ്ഞു, സാറിന്റെ ക്ലാസ് കുറെ അറ്റൻഡ് ചെയ്തതല്ലേ, അത് വെച്ചിട്ടാണ് അപ്പൊ നമുക്കും കൂടുതൽ പ്രാക്ടീസ് ആവില്ലേ അതെ. എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സാറിനോട് കൂടെ ചോദിച്ചിട്ട് ചെയ്യാന്ന് കരുതിയിട്ടായി. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ധൈര്യമായിട്ട് ക്ലാസ് എടുക്കാം. കാരണം ആലോചിക്കുക മനസ്സിലായി, നമ്മുടെ കോഴ്സിൻ്റെ അകത്ത് ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങളെ ഒപ്പിടിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പം ഞാനൊരു ചിത്രം വരച്ച് നിങ്ങളുടെ അടുത്ത് അതേപടി വരയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ മെത്തേഡുകൾ പറഞ്ഞിട്ട് ആ മെത്തേഡാണ് നിങ്ങളെല്ലാവരും പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ മെത്തേഡുകൾ മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. കുട്ടികളെ ക്ലാസ് എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം പാറ്റേൺ സെറ്റ് ആക്കുക. എത്ര ദിവസത്തെ ക്ലാസ്സാണ് കൊടുക്കുന്നത്, എത്ര മണിക്കൂറിൻ്റെ ക്ലാസ് കൊടുക്കുന്നത്, ആഴ്ചയിൽ ഒരു ക്ലാസ് ആണോ, ആഴ്ചയിൽ 2 ക്ലാസ് ആണോ, ഒരു ക്ലാസ് എത്ര മണിക്കൂറാണ്, അങ്ങനെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ട് അതേ ഒരു സിലബസ് ഉണ്ടാക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെക്കേഷൻ ക്ലാസ് ആണെന്ന് വിചാരിക്കും. 2 മാസം കുട്ടികൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ക്ലാസ് വെച്ചിട്ട് ടോട്ടൽ ഒരു 8 ക്ലാസ്സിൻ്റെ പാക്കേജ്, 2 മണിക്കൂറിൻ്റെ 8 ക്ലാസ്സിൻ്റെ പാക്കേജ്
8 16 മണിക്കൂറിന് ടോട്ടൽ ക്ലാസ് വരും. എന്നിട്ട് ചെയ്യേണ്ട കാര്യം, കുട്ടികൾ അഡ്മിഷൻ എടുക്കും മുമ്പ് ഇതിനൊരു സിലബസ് ഉണ്ടാക്കുക. 16 മണിക്കൂറിൻ്റെ ഒരു സിലബസ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് 1 മണിക്കൂറിൽ എന്ത് നമുക്ക് ആ ബേസിക്സ് മുതൽ, ഇപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ അകത്തുള്ള 7 എലമെൻറ്റ്സ് ഓഫ് ആർട്ട് ബേസിക്കാ, നമ്മുടെ ഈ പറയുന്ന പോലെ സിമെട്രിക്കൽ ഡ്രോയിങ് ബേസിക് ആണ്, ഒബ്ജക്റ്റ് ഡ്രോയിങ് ബേസിക് ആണ്. അങ്ങനെ ബേസിക് ആയിട്ടുള്ളതൊക്കെ ആദ്യത്തെ ഒരു 4 ക്ലാസ്സിൽ ഒതുക്കുക. പിന്നെ അടുത്ത ലെവലിൽ അടുത്തൊരു 4 ക്ലാസ്. അങ്ങനെ ഒരു പ്രോപ്പർ സിലബസ് ഉണ്ടാക്കിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ പഠിപ്പിച്ചു കൊടുക്കുന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പലരും ചെയ്യുന്ന മണ്ടത്തരം, അതങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യമേ തന്നെ കുട്ടികൾ എടുത്തിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എന്താ പഠിപ്പിക്കണം എന്ന് അറിയില്ല. കുട്ടികൾക്കും കുറച്ച് 2-3 ക്ലാസ് കഴിയുമ്പോൾ കുട്ടികൾക്കും ബോറടിക്കും. അവർക്കറിയില്ല എന്താ പഠിക്കുന്നതെന്ന്. പിന്നെ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടാക്കി പഠിപ്പിക്കുകയാണെങ്കിൽ എന്നിട്ട് അവരുടെ അടുത്ത് പറയണം, നമ്മൾ ഈ ക്ലാസ് 2 മാസത്തെ ക്ലാസ്സാണ്, 2 മാസം കഴിയുമ്പോൾ ക്ലാസ് അവസാനിക്കും, ഇത് തുടർന്ന് പഠിക്കണമെങ്കിൽ അടുത്ത ലെവൽ ഞാൻ അനൗൺസ് ചെയ്യാന്ന് പറയണം. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറ്റും. അപ്പൊ ധൈര്യമായിട്ട് എനിക്ക് ചെയ്യാം. ചെയ്യാനുള്ള ഒരു സ്റ്റേജിൽ എത്തിയോന്ന് അറിയില്ലല്ലോ. കാരണം നമ്മളൊരു കുട്ടികളെ ഏറ്റെടുക്കുമ്പോൾ അതിനൊരു കോൺഫിഡൻസ് നമുക്ക് വേണമല്ലോ, അതിന് കഴിവും നമുക്ക് വേണമല്ലോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ടീച്ചർ ആവണമെങ്കിൽ നമുക്ക് ലോകത്തുള്ള എല്ലാ കഴിവും വേണമെന്നില്ല. മറ്റുള്ളവരിൽ എന്താണോ ആവശ്യമുള്ളത് നമുക്കത് കൊടുക്കാൻ പറ്റണം മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ഒരു കുട്ടിക്ക് എന്താണ് ആവശ്യമുള്ളത് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ടീച്ചർ ആവാൻ പറ്റും. അല്ലാതെ ലോകത്തുള്ള എല്ലാ കഴിവും നമുക്ക് ഉണ്ടാവണമെന്നില്ല. കുട്ടിക്ക് എന്താണ് ആവശ്യം അത് നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ടീച്ചറാണ്, അത് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നില്ല. അത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ മുമ്പിൽ ഒരു 5 കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മുടെ അകത്ത് കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ പഠിപ്പിക്കാൻ പറ്റും. പിന്നെ ഈ പറയുന്ന കുറച്ച് ടീച്ചിങ് മാത്രമല്ല ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓൺലൈൻ ക്ലാസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ടീച്ചിങ് ഒരു സൈഡ് മാത്രമാണ്. ബാക്കി നമ്മുടെ ലൈഫിൽ നമ്മൾ പാലിക്കുന്ന സമയം, ഇപ്പം എൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ, വീക്കിലി മീറ്റിംഗ് കറക്റ്റ് തെറ്റാതെ നിർത്താതെ, അതൊക്കെ ഇതിൽ ഫാക്ടറാണ്. മനസ്സിലാവുന്നുണ്ടോ? കറക്റ്റ് ടൈമിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ തടസ്സമില്ലാതെ ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റുന്ന നെറ്റ് കണക്ഷൻ, പിന്നെ പാടാണ് ഞങ്ങൾക്ക്. സത്യം ഞങ്ങൾ ഇതൊക്കെ അങ്ങനെ എന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഞാനൊന്നും അങ്ങനെ ഒരു അറേഞ്ച് ചെയ്തിട്ടൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് വന്നു ലൈഫില്. അല്ലെങ്കിൽ എന്താ പ്രശ്നം കറക്റ്റ് അറിയോ? ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പോൾ ആലോചിച്ച് നോക്ക്, ഇപ്പം ഞാൻ ക്ലാസ്സിന് സമയത്തിന് കയറാത്തൊരു ടീച്ചറാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനാവും, ഇന്ന് ക്ലാസ് ഇല്ലേ. ഇപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എല്ലാ വീക്കിലി മീറ്റിങ്ങിലും ഞാൻ കയറുമ്പോൾ ഞാൻ നോർമലി വാട്സപ്പ് ചെക്ക് ചെയ്യും. ആദ്യം മുതലേ ചെക്ക് ചെയ്യണ്ട, ഇപ്പോഴും ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ വ്യത്യാസം എന്താ, ഇപ്പോൾ ആരും എനിക്ക് മെസ്സേജ് അയക്കാറില്ല. കാരണം എല്ലാവർക്കും അറിയാം 8 മണി ആയി കഴിഞ്ഞാൽ ക്ലാസ് ഉണ്ടെന്നല്ല, ക്ലാസ് ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്കും കുറേ ഫ്രീഡങ്ങളുണ്ട്. നമുക്ക് ഈസിയാണ് കാര്യങ്ങൾ. സ്റ്റുഡൻസ് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കും ഈസിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ അങ്ങനെ ചെയ്യണം. എല്ലാ കാര്യങ്ങളും സ്ട്രക്ചർഡ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൊടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ഓൺലൈൻ ക്ലാസ്സും സക്സസ് ആവും. അപ്പൊ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയോ, ഒരു സിലബസ് മുതൽ അങ്ങ് പ്ലാൻ ചെയ്തോ. പിന്നെ സർ നമ്മളെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പൊ ഞാനൊരു ടീച്ചർ സാറിന് അയച്ചിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വരച്ച് ചുമ്മാ ഒരു ഔട്ട്ലൈൻ പോലൊക്കെ പോർട്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ 1-2 പേരുടെ ചോദിച്ചു, വെറുതെ ചുമ്മാ അവർക്ക് കൊടുക്കാനാണ്, ഒരു കമ്മീഷൻ വർക്ക് പോലെ ഒന്നല്ല. നമുക്കത് ചോദിക്കാനും പേടിയാണ്. അങ്ങനെ എന്താ അവരോട് ചോദിക്കുക, ഫ്രണ്ട്സ് ഒക്കെ ആകുമ്പോൾ ഒട്ടും ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ സൈൻ ചെയ്യാൻ പോലും വേറെ ആൾക്ക് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സൈൻ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കിലും നമ്മൾ നിർബന്ധമായിട്ടും സൈൻ ഇട്ടിരിക്കണം. ഇഷ്ടാവും. അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ കൊടുക്കരുത് എന്നാണ്. നോർമലി നമ്മുടെ വർക്കാണ്, നമ്മൾ സൈൻ ഇട്ടിരിക്കണം. പിന്നെ നമ്മളത് ഫ്രെയിം ചെയ്തിട്ട് കൊടുക്കണോ? കമ്മീഷൻ വർക്കിന്റെ കാര്യമാണോ ഗിഫ്റ്റ് ആണോ ഉദ്ദേശിച്ചത്? ഇല്ല സാർ, അങ്ങനെ കമ്മീഷൻ വർക്കായിട്ട് നമ്മൾക്ക് 1-2 പേര് ചോദിച്ചു വരച്ചു. അത് അവര് ഫ്രീ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ കമ്മീഷൻ വർക്കായിട്ട് ചോദിക്കാൻ എനിക്കും ഒരു മനസ്സിന് ബുദ്ധിമുട്ടാണ്, കാരണം അറിയണവരാകുമ്പോ. അപ്പൊ അങ്ങനെയല്ല, വെറുതെ വരച്ചു കൊടുക്കുകയാണെങ്കിലും ഫ്രെയിം ചെയ്ത് കൊടുക്കേണ്ടി വരും. ഫ്രെയിം ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്, നമ്മുടെ ചോയ്സ് ആണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മൾ ഒന്നുകൂടെ നീറ്റാക്കി കൊടുക്കുകയാണെന്നാണെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, കമ്മീഷൻ വർക്കായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഫ്യൂച്ചറിൽ എൻ്റെ ഒരു സൈഡ് കേട്ടോ, ബിസിനസ് സൈഡാട്ടോ സംസാരിക്കുന്നത്, ആർട്ട് സൈഡല്ല, ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ കമ്മീഷൻ വർക്ക് ചെയ്ത് ഒരു ഇൻകം ഗ്രോ ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് മുതലേ ഫ്രീ വർക്കുകൾ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വീണ്ടും ഫ്രീ ചോദിച്ചു വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ടൈമും എഫേർട്ടും പൈസയും
അങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് ഉണ്ടായി. ഞാനിപ്പോ ഇന്ദ്രൻസിന്റെ ആ തിലകന്റെ ഒക്കെ പിക്ചർ എടുത്തപ്പോ നമ്മുടെ ഫ്രണ്ട് സർക്കിളിന്റെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോ ഒന്ന് രണ്ട് പേരുടെ അടുത്ത് ചോദിച്ചു ഫ്രീ ആയിട്ട് തന്നെ. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു. നമുക്ക് ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ നോ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ പറഞ്ഞു. അപ്പൊ ഒരു കൊച്ചു തന്ന ഹസ്ബൻഡിന്റെ പിക്ചറാണ് വരച്ചു കൊടുക്കേണ്ടത്. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വരയ്ക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോ. അപ്പോ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു സ്പ്രെഡ് ആയ പോലെ തോന്നും. വേറെ ഫോട്ടോ വേണ്ട, ഇത് തന്നെ വരക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കാരണം നമ്മൾ അവരിഷ്ടത്തിന് വരച്ചു കൊടുക്കുക, കമ്മീഷൻ വർക്ക് അല്ലല്ലോ. അപ്പൊ പറ്റുന്ന പോലെ ഞാൻ വരച്ചു തരാന്ന് പറഞ്ഞു. ആ കൊച്ചത് വേറെ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ വരച്ചു തരാന്ന് പറഞ്ഞത്. അപ്പൊ ആ കൊച്ചിന്റെ അടുത്ത് വരച്ചു തരാന്ന് പറഞ്ഞു. അതും ഞാൻ ഓക്കെ പറഞ്ഞു. ഇപ്പൊ എന്റെ ടെൻഷൻ നമ്മൾ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് ഗ്രൂപ്പിലിടും, സ്വാഭാവികമായിട്ട് ഇടും. അപ്പൊ ഇനിയുമുള്ളവർക്ക് മുഴുവൻ നമ്മൾ ഫ്രീ ആയി വരച്ചു കൊടുക്കേണ്ടി വരുമെന്നൊരു ടെൻഷനും ഉണ്ട് എനിക്ക്. അതിനടുത്ത് കമ്മീഷൻ വർക്കായി ചോദിക്കാനുള്ള ഒരു ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ. അത് എങ്ങനെ അവരെ നമ്മുടെ ടൈം ഒരുപാട് പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ എഫേർട്ട് ഒരുപാട് പോകുന്നുണ്ടെങ്കിൽ അത് പറയണം. അതായത് ഞാൻ എഫേർട്ട് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചൊരു കാര്യമാണ്. അപ്പോൾ നോർമലി ഫ്രീ നമ്മൾ കൊടുക്കാറില്ല. അത് അങ്ങനെ തന്നെ ഡീൽ ചെയ്യുന്നതാണ് നോർമലി ബിസിനസ് സൈഡിൽ ആർട്ടിസ്റ്റുടെ അടുത്ത് എല്ലാവരും പറയാറുള്ളത്. അല്ലെങ്കിൽ പ്രശ്നം നമ്മളിവിടെ ലോക്കായി പോകും. വീണ്ടും ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് ചോദിക്കുന്നവരുടെ എണ്ണം കൂടി കൂടി വരും. നമ്മുടെ ലൈഫിൽ എന്റെ ഒന്നും ചെയ്യാൻ അടുത്ത് പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് വരും. കുറച്ചു മുന്നേ എന്റെ അടുത്ത് ഒരു നൈബർ വന്നിട്ട് മോളുടെ ബർത്ത്ഡേക്ക് വരച്ചു കൊടുത്തു. അങ്ങനെ വരച്ചു കൊടുത്തു. അവർ കൂളായി വന്ന് എന്റെ അടുത്ത് പിക്ചർ വാങ്ങിച്ചിട്ട് പോയി. അല്ല, അപ്പൊ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ആർട്ട് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടൊരു ഹോബിയാണ്. ആർട്ട് ഫ്രീ അല്ല. നമ്മൾ പഠിക്കുന്നതാണെങ്കിലും വരയ്ക്കുന്നതാണെങ്കിലും നമ്മൾ എക്സ്പെൻസ് ഇറക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ കുറച്ച് ലിങ്ക് കാണിച്ചിട്ടില്ലേ, അതിൽ പിറ്റ് ഗ്രാഫിറ്റ് മാറ്റിൻ്റെ പെൻസിൽസിൻ്റെ റേറ്റ് വരെ 1000 രൂപയ്ക്കാണ്. ഉണ്ട് അപ്പോൾ നല്ല റേറ്റ് നമ്മൾ ഉണ്ട്. ഫ്യൂച്ചറിലോട്ട് ഇതിൻ്റെ ഇൻകം, എക്സ്പെൻസ് അല്ലാതെ ഇൻകം കിട്ടാത്ത രീതിയിൽ നമ്മൾ ഇൻകത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ലോസിലേക്കാണ് പോകുന്നതെന്ന് പലരും അതുകൊണ്ടാണ് പല ആർട്ടിസ്റ്റുകളും ഒരു സമയത്ത് ആർട്ട് നിർത്തുന്നത്. പാഷൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്യും, ഇഷ്ടത്തിൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്യും, ചോദിക്കുന്നവർക്കൊക്കെ വരച്ചു കൊടുക്കും. പക്ഷെ ഇത് എക്സ്പെൻസ് ആണ്. ഒരു ചിത്രം വരയ്ക്കുമ്പോഴും പേപ്പർ വാങ്ങുന്നുണ്ട്, പെൻസിൽ വാങ്ങുന്നുണ്ട്, മെറ്റീരിയൽസ് മാറ്റുന്നുണ്ട്, നമ്മുടെ ടൈമും എഫേർട്ടും അവിടെ പോകുന്നുണ്ട്. ഇതൊക്കെ എമൗണ്ടിൽ എക്സ്പെൻസ് ആണ് ശരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ എപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറച്ച് മാസങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് തോന്നും, ഇത്രയൊക്കെ വരച്ചിട്ടും എൻ്റെ അകത്തോട്ട് എനിക്ക് വരുന്നില്ലല്ലോ, എനിക്ക് നഷ്ടം മാത്രമാണല്ലോ തോന്നുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഏറ്റവും ബെറ്റർ ഡേ 1 മുതൽ നമ്മൾ ഒരു ബിസിനസ് സൈഡിൽ നിന്ന് ചിന്തിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക്. നമ്മള് എനിക്ക് ഇവരിപ്പോ ഞാൻ ആ ഇന്ദ്രൻസിന്റെ പിക്ചറൊക്കെ വരച്ചപ്പോ അവര് ഷെയർ ചെയ്യണത് സ്റ്റാറ്റസ് ഞാൻ പോലും അറിയാണ്ടാണ് അവർ ചെയ്തത്. ഞാൻ അവരുടെ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് സ്റ്റാറ്റസ് ഇട്ട് ഞാൻ അറിഞ്ഞത്. അപ്പോ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ എന്റെ അടുത്ത് എനിക്കൊരു പിക്ചർ വരച്ചിരുന്നു വെച്ചപ്പോ എനിക്ക് അത്രയും ക്ലോസ് ആയ ആൾക്കാരുടെ എങ്ങനെ ഇത് ഫസ്റ്റ് നമ്മൾ പറയാന്ന് പോലും അറിയണില്ലെങ്കിൽ. അത് പ്രൊഫഷണലായിട്ട് ഇപ്പം എൻ്റെ അഡ്മിഷൻ പ്രോസസ് ഒന്ന് മാനേജ് ചെയ്ത് നോക്കിയേ. ഞാൻ എൻ്റെ ഒരു കസിനും, ഞാൻ ഇതുവരെ ഒരാൾക്കും ഫ്രീ ക്ലാസ് എടുത്തു കൊടുത്തിട്ടില്ല, ഫ്രീ ഓൺലൈൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ കൊടുത്തിട്ടില്ല. എൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? മനസ്സിലായില്ല സർ. എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എങ്ങനെ അഡ്മിഷൻ എടുത്ത്? സർ എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ട് നമ്മള് ഫോം അതിനൊക്കെ ഫിൽ മുമ്പ് ചെയ്തു. ഫോം ഫോം ഫിൽ ഫിൽ ചെയ്തു. ചെയ്ത് സാറിന്റെ വോയിസ് ഉണ്ടായിരുന്നു, വീഡിയോ ഉണ്ടായിരുന്നു, ഫുള്ള് കേട്ടിട്ട് ഫോം ഫിൽ ചെയ്തിട്ട് നമ്മൾ ഫീസ് പേ ചെയ്തതിന് ശേഷം സാർ ക്ലാസ്സിൻ്റെ ഇത് അയച്ചു തരാമെന്ന് പറഞ്ഞു. അതിൽ എവിടെയെങ്കിലും ഫ്രീ ക്ലാസ് വേണമെന്ന് ചോദിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിരുന്നോ? ഇല്ലല്ലോ. അത് പ്രൊഫഷണലി ഡീൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് ചോദിക്കാനുള്ള ഗ്യാപ്പ് കിട്ടില്ല. ചോദിക്കാനൊക്കെ മുമ്പ് തന്നെ വരുന്ന ആൾക്ക് മനസ്സിലാവും ഇത് ഫ്രീ അല്ല എന്നുള്ള കാര്യം. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റാർട്ടിങ്ങിലെ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. അത് പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളതങ്ങനെ എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ട്. പക്ഷെ നമ്മൾ ടാക്കിൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ലോക്കാവും. എന്നോട് ഇപ്പൊ രണ്ടുപേര് വരച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേരും വരച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും ഗ്രൂപ്പിൽ ഫ്രണ്ട്സ് സർക്കിൾ ഗ്രൂപ്പാണല്ലോ. അപ്പൊ എന്തായാലും അവർ ഇട്ട് കഴിഞ്ഞാൽ ആരും പിന്നെ ചോദിക്കേണ്ടടുത്ത് നമ്മൾ എന്ത് പറയുന്ന അറിയാത്തത്. ചോദിക്കേണ്ട അടുത്ത് പ്രൊഫഷണലായിട്ട് തന്നെ, അതായത് ഓരോ എൻക്വയറി വരുമ്പോഴും നമ്മൾ വിചാരിക്കുക, ഇപ്പോൾ ഞാൻ വിചാരിക്കുന്ന കേസ് ഇങ്ങനെ, ഓരോ എൻക്വയറി വരുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് അവർ റെഡിയാണ് എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ഫീസ് പേ ചെയ്ത് വരാനായിട്ട്. ഞാൻ ചെക്ക് ചെയ്യുന്ന കാര്യം, എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് അവർ എലിജിബിൾ ആണോ എന്ന് മാത്രമേ ഞാൻ ചെക്ക് ചെയ്യുള്ളൂ. മനസ്സിലാവും? അപ്പോൾ നമ്മൾ കമ്മീഷൻ വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ, ഞാൻ കമ്മീഷൻ വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ വരുന്ന ആൾ എലിജിബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം നമുക്ക് ചോദിക്കേണ്ട കേസ്, നിങ്ങൾ ആർട്ടിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണെന്ന് ചോദിക്കാം.
അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചോദ്യം ഇങ്ങനെ ചോദിക്കാൻ പറ്റും, നിങ്ങൾ ആർട്ടിന് മൂല്യം കൊടുക്കുന്ന, ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആർട്ടിന് മൂല്യം കൊടുക്കുന്ന ആളാണെന്ന് ചോദിക്കാം. യെസ് ഓർ നോ പറയും. നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഒഴിവാക്കുക. ആർട്ടിന് മൂല്യം കൊടുക്കാത്ത ആളാണെങ്കിൽ അവർക്ക് നമ്മൾ വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം ചോദിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്കത് കൊറിയർ, നിങ്ങൾക്ക് ഇതിൻ്റെ കോപ്പി എങ്ങനെയാണ് വേണ്ടത്? സോഫ്റ്റ് കോപ്പി വേണോ, ഹാർഡ് കോപ്പി വേണോ, കൊറിയർ അയച്ചിട്ടാണോ വേണ്ടത്, ഇത് ഫ്രെയിം ഇട്ടിട്ടാണോ വേണത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ചെയ്യുന്നത് നമുക്ക് വരുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും. കൊറിയർ അയക്കണം, ഫ്രെയിം ഇട്ടിട്ടൊക്കെയാണ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഹാർഡ് കോപ്പി അപ്പൊ വേണമെങ്കിൽ നമുക്ക് അവർക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുകയും ചെയ്യൂലേ നമ്മളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല്? ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും പ്രൊഫഷണലാന്നുള്ള ഓക്കെ. കാര്യം. ഇനിയിപ്പോൾ അങ്ങനെ ഒരു 3-4 ചോദ്യത്തിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ അവർ ഫ്രീ വർക്ക് വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പറയുക, നമ്മളിത് എക്സ്പെൻസ് വരുന്നുണ്ട് എനിക്ക്, സോ നമുക്ക് നോർമലി ഇപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യാറില്ല, ഫ്രീ ആയിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അവർക്കും ഒരു ഒഴിവാക്കി എന്നുള്ളൊരു ഫീല് വരില്ല. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഫ്യൂച്ചറിലോട്ട് നല്ലത്. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പഠിക്കാനായിട്ട് ഫ്രീ ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഫ്യൂച്ചർ നോക്കുന്ന സമയത്ത് നമ്മൾ ലോക്കായി പോകാതിരിക്കാനായിട്ട് ഒരു പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിലും സത്യം ശ്രദ്ധിക്കണം. പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ലോക്ക്ഡൌൺ ടൈമിലൊക്കെ കുറെ പേർക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് പഠിച്ചിട്ടുള്ള വരക്കലല്ലോ. അപ്പൊ എനിക്ക് അത്ര ഫീലും ചെയ്തിട്ടില്ല. കാരണം നമ്മള് ഒരു സിമ്പിളായിട്ട് വരച്ചു കൊടുക്കുക, ഫേസ് കട്ട് വരുന്നുണ്ട്, അറിയാവുന്ന ഷെയ്ഡിങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പഠിച്ചിട്ടുള്ള വരക്കലല്ല. ഒരു 3-4 പേർക്കൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്, ചുമ്മാ വരച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ടും പിന്നെ അവരുടെ ഒരു കമന്റ്സ് കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ടുമാണ് നമ്മൾ അന്ന് ചെയ്തത്. ഇപ്പൊ ഇനി ചെയ്യുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടെ അറിയാൻ വേണ്ടി സാർ, കാരണം എന്റെ പിക്ചേഴ്സ് വരച്ചിട്ട് ഇപ്പൊ സാർ കണ്ടിരുന്നല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ കമ്മീഷൻ വർക്ക് ചെയ്യാനുള്ളൊരു സ്റ്റേജ് എത്തിയോ എന്നുള്ളത് കൂടെ അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത് സാറിന്റെ അടുത്ത്. എൻ്റെ ക്ലാസ്സിൽ എപ്പോഴാണോ ഫീസ് അടച്ച് ജോയിൻ ചെയ്തത് ആ ടൈം മുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ പൈസ ഇറക്കി, ഇനി തിരിച്ചു പിടിക്കണം. സോ സ്റ്റാർട്ടായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടൈമായി. അല്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തല്ലോ, ബിസിനസ് പോലെ തന്നെയത്. പഠിപ്പിക്കുന്നതാണെങ്കിലും എൻ്റെ അടുത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ച് എടുക്കണമല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഇനി ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും കമ്മീഷൻ വർക്ക് ആണെങ്കിലും ഒരു എൻക്വയറി വരുമ്പോൾ കുറച്ച് ചോദ്യങ്ങൾ സെറ്റ് ചെയ്യുക. ആ ചോദ്യങ്ങളിൽ നമ്മൾ തീരുമാനിക്കണം ഇവര് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് യോഗ്യരാണ്. അത് അവരെ കൂടി ഹെൽപ്പ് ചെയ്യല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആലോചിച്ച് ഞാൻ ആ ചോദ്യങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കൂടി എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ കയറും. എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റുന്നതല്ല നമ്മുടെ ക്ലാസ്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലാവില്ല, കാരണം വെൽനസ് റിലേറ്റഡ് കോഴ്സൊക്കെ ഉണ്ട് നമ്മുടെ ലൈഫ് ടൈം മെമ്പർഷിപ്പിൽ. അപ്പോൾ ഇവരൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. എന്റെ ബ്രദറിന്റെ മോൾക്ക് വേണ്ടി ചോദിച്ചിരുന്നു സാറിന്റെ ക്ലാസ്സിന്. ആള് 5 ഇയേഴ്സ് ആണ്, പക്ഷെ അവര് UK-ലാ. അപ്പൊ മീറ്റിങ്ങിനൊന്നും അവർക്ക് അവളെ സ്കൂൾ ടൈം നോക്കിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പിക്ക് ചെയ്യാം. രണ്ടുപേരും ജോലിക്ക് പോണവരാണ്. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പിക്ക് ചെയ്യാൻ ചിലപ്പോ ഒരു 5-6 വയസ്സായ കുട്ടിക്ക് പറ്റിയെന്ന് വരില്ല. അത് കുറച്ചും കൂടെ ഒന്ന് വലുതായി കഴിഞ്ഞാലേ പറ്റുള്ളൂ. അതെ, ഞാൻ 10 വയസ്സ് മനസ്സിലാക്കിയെടുക്കാൻ. മുകളിലുള്ളവർക്കാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത് പ്യൂർലി. അപ്പൊ ബാക്കി ഞാൻ താഴേക്ക് ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത്, എൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് മോൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോള് തനിയെ ഇരുന്നിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ വലുതായ കുറച്ചും കൂടി വലുതായി അവർക്ക് മനസ്സിലാവണ, പിന്നെ മലയാളം കൂടെ ആവുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ട് അവർക്ക് വരും. ആരും പേരൻസ് ആരുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരും. ഇതിന്റെ ഫ്യൂച്ചർ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇതിലോട്ടൊക്കെ ഇറങ്ങി കുറേ നല്ല സ്റ്റുഡൻസിനെ കിട്ടും ചിലപ്പോൾ, അല്ലെങ്കിൽ കമ്മീഷൻ വർക്ക് ചെയ്യുന്ന കുറേ നല്ല ക്ലയൻസിനെ കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഗ്രോ ആവുമെന്ന് മനസ്സിലാവും. കാരണം ചിലരൊക്കെ ഇപ്പോൾ എൻ്റെ ഓൺലൈൻ നമ്മുടെ ക്ലാസ് നോക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അടുത്തടുത്ത് വേറെ ആൾക്കാരുടെ അടുത്ത് നമ്മുടെ ന്യൂസ് എത്തിക്കുന്ന, വീണ്ടും അഡ്മിഷൻ എടുത്തു തരുന്ന കുറേ പേര് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ലെവലിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക, ഓരോ എൻക്വയറി വരുമ്പോഴും അവരെ പോലെയുള്ള ആൾക്കാരാണോ നമ്മൾ ചെക്ക് ചെയ്യും, അല്ലാത്തവരെ നമ്മൾ എടുക്കില്ല. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ ഒരു ലെവൽ കഴിയുമ്പോൾ നല്ല പഠിക്കാനുണ്ട്, ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്ന, റെക്കോർഡർ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ പറ്റുന്ന, പിന്നെ ലൈവായിട്ട് എല്ലാ സൺഡേസ് 8 മണിക്ക് വരാൻ പറ്റുന്ന പാഷനുള്ള സ്റ്റുഡൻസിനെ ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഫ്യൂച്ചറിലോട്ട് അങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് നമുക്ക് ബ്രേക്ക് ആവും, നമ്മുടെ ആ സിസ്റ്റം, ആ ബിസിനസ് ബ്രേക്ക് ആവും, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പല ടൈപ്പ് ആൾക്കാർ വന്നാൽ അപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ, എങ്ങനെയാണ് നല്ല കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ പറ്റുക, നല്ല ക്ലയൻസിനെ. അത് ഞാൻ എന്ത് ചോദ്യങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കണം, പ്രൊഫഷണലായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം. ഇപ്പോൾ Day 1 മുതൽ ഓൺലൈൻ ക്ലാസ്സിലുള്ള ഫസ്റ്റ് അഡ്മിഷൻ മുതൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വരുന്ന സ്റ്റുഡൻസിനും റിസൾട്ട് കിട്ടും, അവർ നമ്മളെ തിരിച്ചും സപ്പോർട്ട് ചെയ്യും. അവർ പറഞ്ഞ് അടുത്തടുത്ത സ്റ്റുഡൻസും പരസ്യമൊന്നും ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് എത്തുന്ന ലെവലിൽ എനിക്കത് ചെയ്യാൻ പറ്റും. അത് നമുക്കത് സെറ്റിൽ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഡ്രോയിങ്ങിൽ വേറൊരു ചെറിയ ഡൗട്ട് കൂടി ചോദിക്കട്ടെ. എനിക്കുള്ള വലിയൊരു മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഫേസ് വരച്ചു,
ഷെയ്ഡൊക്കെ ചെയ്തിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഞാൻ നല്ല ഡാർക്ക് ആയിട്ട് ഔട്ട്ലൈൻ അങ്ങ് കൊടുക്കും. ഇപ്പൊ സാറിന്റെ ക്ലാസ് ഞാൻ ലൈൻ വെയിറ്റിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത്രയും ഡാർക്ക് ആക്കി കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. കുറെ പിക്ചേഴ്സിൽ എനിക്ക് അങ്ങനത്തെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ലൈൻ വെയിറ്റ് നമ്മൾ വരക്കുമല്ലോ, അത് എല്ലാ പോർട്രേറ്റിനും അങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത്? എന്നിട്ട് അതൊരു ഷെയ്ഡ് ചെയ്യണോ ചെയ്യേണ്ടത്? അത് ഒരു പെർട്ടിക്കുലർ മെത്തേഡാണ്. നമ്മുടെ ഡ്രോയിങ് ഒരു ആർട്ടിസ്റ്റ്, പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് പോലെ വരച്ചതാണെന്ന് തോന്നിക്കാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡാണ് ലൈൻ വെയിറ്റിലൂടെ ഞാൻ പറഞ്ഞു തന്നെ. നോർമലി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആലോചിക്കുക, ഇപ്പോൾ നമ്മളൊരു പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ചുറ്റും ഫുള്ള് ഡാർക്കാക്കി വരച്ച് കഴിഞ്ഞാൽ ഒരു കാർട്ടൂൺ ലെവലിലോട്ട്, ഒരു കാർട്ടൂണിഷ് സ്റ്റൈലിലോട്ട് നമ്മുടെ ഡ്രോയിങ് മാറും. പക്ഷെ നമ്മുടെ കോഴ്സിൻ്റെ ഗോള് കാർട്ടൂൺ വരയ്ക്കലല്ല. നമ്മുടെ കോഴ്സിൻ്റെ ഗോള് റിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന ലെവലിലോട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ പറയും ഫുള്ള് ഡാർക്ക് വരയ്ക്കരുത്, ഡാർക്ക് വരച്ച് കഴിഞ്ഞാൽ കാർട്ടൂൺ പോലെയാവും. അതിന് പകരം ലൈൻ വെയിറ്റ് കൂട്ടിയും കുറച്ചും വരച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന പോലെയാവും. ഇനിയിപ്പോൾ ഫുൾ ഔട്ട്ലൈൻ മാക്സിമം ലൈറ്റാക്കി വരച്ച് ഷെയ്ഡിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ റിയലിസ്റ്റിലേക്ക് എത്തും. നമ്മുടെ ഗോൾ എന്താണോ, അല്ലാതെ ഔട്ട്ലൈൻ ഡാർക്കാക്കി വരയ്ക്കുന്നത് തെറ്റാണ് എന്നൊന്നുമില്ല. അതൊരു ഡിഫറെൻറ്റ് അതെനിക്ക് സ്റ്റൈലാണെന്നുള്ളൂ. ആദ്യം ലൈറ്റായിട്ട് വരക്കും. ഷെയ്ഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം നോക്കിയാൽ പിന്നെ എനിക്കൊരു സമാധാനം ഇല്ലാത്ത പോലെ ഞാൻ ഇയറൊക്കെ നല്ല ഡാർക്ക് ആക്കി ഫുൾ ഷേപ്പിലൊക്കെ വരച്ചേക്കും. അതൊരു ഹാബിറ്റ് പോലെ വന്നിരിക്കും. അപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആവുന്നൊരു തോന്നൽ വരികയാണ്. അതിനുശേഷം സാറിന് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അത് അപ്പോഴാണ് മനസ്സിലായത് അവസാനിപ്പിച്ച് അത് ഇഷ്യൂ ഉണ്ടാവും. പ്രത്യേകിച്ച് പെയിന്റിങ്ങിലൊക്കെ ഒരുപാട് പേർക്ക് ഈ ഇഷ്യൂ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നുള്ള കാര്യം. അതിനുള്ള ആൻസർ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വരയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളും ഇൻകംപ്ലീറ്റ് ആണ്. നമുക്കൊരു ചിത്രം പോലും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ആ ഒരു സത്യം അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാം. എപ്പോഴാണോ നമ്മളൊരു ചിത്രം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കുന്നത്, ആ സമയം നമ്മുടെ ലേണിംഗ് സ്റ്റോപ്പ് ആവും. ആ സമയം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിലുള്ള സ്പേസ് നഷ്ടപ്പെടും. എപ്പോഴാണോ നമ്മൾ ചിത്രം വരച്ചിട്ട് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സ്പേസ് ഇല്ല, ആ സമയത്ത് നമ്മുടെ ലേണിംഗ് സ്റ്റോപ്പ് ആവും. എപ്പോഴും ഇമ്പ്രൂവ്മെൻറ്റിനൊരു സ്പേസ് നമ്മൾ ഇട്ടേക്കണം. എല്ലാ ചിത്രം വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഇനിയും എന്തൊക്കെയോ ബെറ്റർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇനിയും നമുക്ക് അതിൽ എന്തൊക്കെയോ വർക്ക് ചെയ്യാനുള്ള തോന്നൽ വേണം. അവിടെ ആ ചിത്രം സ്റ്റോപ്പ് ആണ്. അവിടെ സൈൻ ഇട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഒരു ചിത്രത്തിൽ സൈൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വരയ്ക്കാൻ നിൽക്കരുത്. ആ ഒരു റൂൾ കീപ്പ് ചെയ്താൽ മതി. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ചിത്രത്തിൽ ഇമ്പ്രൂവ് ചെയ്യാം, വേറെ രണ്ടാമതൊരു ചിത്രം സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം എന്തായാലും കുറെ കൂടി ക്ലാരിറ്റി വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? യൂസ്ഫുൾ ആയിരുന്നു ഈ ഒരു 1-to-1? Sure. പിന്നെ യൂസ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് ഡൗട്ട് കറക്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയല്ലോ. അപ്പം ഇനി പേടിക്കേണ്ട മനസ്സിലായി. ആവശ്യമില്ല. നമ്മുടെയൊക്കെ കോഴ്സിൽ എപ്പോഴാണ് ഫീസ് അടച്ച് ജോയിൻ ചെയ്തത് അപ്പം മുതൽ നമ്മൾ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയി. പിന്നെ എല്ലാം പ്രൊഫഷണൽ രീതിയിൽ തന്നെ കൈകാര്യങ്ങൾ ചെയ്യുക. ഡൗട്ടുള്ള സമയത്ത് ഞാനില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് എടുക്കാം, ഒരുപാട് ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് എടുക്കാം. ഇപ്പോൾ ഗ്രൂപ്പിൽ തന്നെ കമ്മീഷൻ വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരും കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരും. ഓൺലൈൻ ക്ലാസ് നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ നിന്ന് ഇൻപുട്ട് എടുക്കാം, കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാം. അപ്പം നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഏജോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് നല്ല ചെയ്ത് സപ്പോർട്ടാണ്. വന്നിരിക്കും. നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ റിപ്ലൈ തരാൻ ആളുണ്ട്. എല്ലാവരും ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് റിപ്ലൈ തരാൻ ആളുണ്ട്. അത് മനസ്സിലായി. നമുക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വരച്ച വീക്കിലി മീറ്റിങ്ങുകൾ എങ്ങനെയുണ്ട്? അതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് എന്താ? നല്ലതല്ലേ സർ? കാരണം ഞാൻ എനിക്ക് തോന്നുന്നു ഒന്ന് മാത്രമേ അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്നിട്ടുള്ളൂ. പിന്നെ എല്ലാം ആ ടൈമിൽ ഞാൻ ഓടി എത്താറുണ്ട്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വൈകിയാലും ഞാൻ ചെയ്യാറുണ്ട്. അതും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എനർജിയാണ് അത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ ഹസ്ബൻഡ് അടുത്തും മക്കളടുത്തും സാർ പറഞ്ഞതൊക്കെ പറയാറുണ്ട്. സാറിന്റെ ആ ഒരു മോട്ടിവേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് കുറവ് നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് അത് ഡ്രോയിങ് എന്നല്ല, ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ശരിയായില്ല അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആളായിരുന്നു ഞാൻ. അപ്പൊ അതെന്ത് ചെയ്തു കഴിഞ്ഞാലും അങ്ങനെയാണ്. അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയാന് ഞാനത് ശരിയാവില്ല അങ്ങനെ ഒരു തോന്നലായിരുന്നു എനിക്ക്. ഇപ്പൊ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ സത്യം പറയണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി എനിക്ക് ചെയ്യണം, കുട്ടികളെ പഠിപ്പിക്കണം, നമുക്കതിന് നോക്കണം എന്നുള്ളത് ഒരു കോൺഫിഡൻസ് വന്നു. ഇപ്പൊ ഞാൻ വരച്ച പിക്ചറിൽ വരച്ചു നോക്കിയിട്ട് ശരിയായില്ലല്ലേ എന്നെങ്ങാനും പറഞ്ഞാൽ ഇവിടെ പിള്ളേര് പറയും, മോള് പറയും സത്യം സാറിനെ വിളിക്കണം അമ്മയ്ക്കിൻ്റെ അടുത്ത്. അപ്പോ പിള്ളേർക്ക് പോലും, കാരണം സാറ് നമുക്ക് തരുന്ന ഉപദേശങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയാറുണ്ട്. ഫാമിലി ടൈം ആയിരിക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയാറുണ്ട്. അപ്പൊ അത് നമുക്ക് ഭയങ്കര എനർജിയാണ്. ക്ലാസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വരക്കണം എന്നൊരു തോന്നൽ വരും.
എന്തെങ്കിലും മടി നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സൺഡേ മീറ്റിംഗ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ എല്ലായിടത്തും രാവിലെ തുടങ്ങും വർക്കായിരിക്കാം. പിന്നെ വീക്കെൻഡ് ആകുമ്പോഴത്തേനും ഒന്ന് സ്ലോ ആണെങ്കിലും നെക്സ്റ്റ് മീറ്റിംഗ് കഴിയുമ്പോഴത്തേനും വീണ്ടും എനർജി തിരിച്ചു കിട്ടും. കാരണം അത്രയും സാറ് പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എൻകറേജ് ചെയ്യിക്കുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയ്യണം, നമ്മളൊന്നും അല്ല എന്നുള്ള തോന്നലൊക്കെ മാറിപ്പോയി. എന്നെക്കൂടെ പറ്റും എന്നുള്ള തോന്നൽ എനിക്കിപ്പോൾ വന്നിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് പിന്നെ കുറെയൊക്കെ ഏജ് ഒരു പ്രശ്നമാണെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ പ്രായത്തിലൊന്നും ചോദിക്കും പിള്ളേരുടെ അടുത്ത്. അപ്പൊ അവര് പറയും 40 ഒക്കെ ഒരു പ്രായമാണമ്മ എന്ന് ചോദിക്കും. അപ്പോ ഇന്നതൊന്നും ഒരു പ്രായമല്ല എന്ന് പറയാറുണ്ട്. ഇപ്പൊ എനിക്ക് അതൊക്കെ മാറി. കാരണം നമ്മുടെ ക്ലാസ്സില് അത്രയും ഏജ് ഉള്ളവരും കൂടെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അവരുടെ എനർജിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ലൊരു അത്ഭുതം തോന്നിയിരുന്നു. പിന്നെ സാറ് ചുമ്മാ നമ്മളെ കൊണ്ട് ഇങ്ങനെ വർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ടീച്ച് അല്ലെങ്കിൽ കമ്മീഷൻ വർക്ക് ചെയ്ത് കൊടുക്ക് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നൊക്കെ പറഞ്ഞ് സാറ് ചുമ്മാ അങ്ങനെ എല്ലാവരും പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഒരു ഭയങ്കര കോൺഫിഡൻസ് തരും നമുക്ക്, നല്ലൊരു കോൺഫിഡൻസ് തരും. ചുമ്മാ സാറ് ഇപ്പൊ നമ്മൾ പിക്ചർ കണ്ടാലും സാറ് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടൊന്നും പറയില്ല. അത് പറ്റും, നന്നായിട്ടുണ്ട്, ചെയ്യ് എന്നുള്ളതേ പറയാറുള്ളൂ. അപ്പൊ നമുക്കും ആ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്, ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഫസ്റ്റില് ഞാൻ വീക്കിലി മീറ്റിംഗിൽ ജോയിൻ ചെയ്ത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തിനു സാർ ഇത്രയും ടൈമിൽ നിന്ന് എന്താ പറയണത് എന്നൊക്കെ ആലോചിക്കാറുണ്ട്. ആർട്ടിനെ കുറിച്ചിട്ടൊന്നും സാർ പഠിപ്പിക്കണമെന്നില്ലല്ലോ. 1-2 ക്ലാസ് ഈ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ ആലോചിച്ചിട്ടുണ്ട് സാർ എന്തിന് ഇത്രയും ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന്. പിന്നെ നമുക്കത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നമുക്കും കൂടെ ആവശ്യമായി വന്നു. അത് കുറച്ച് അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഞാനത് എനിക്ക് തോന്നുന്നു ഞാൻ ആരുടെയോ ഫസ്റ്റിൽ ഇപ്പോഴല്ല കമന്റിലോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം പുതിയ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട് സർ ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാൻ പറഞ്ഞു. പുതിയ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആദ്യം നമുക്ക് തോന്നും എന്തിനാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ കമന്റ്സിലും പറഞ്ഞിട്ടുണ്ട്, വോയിസ് ഓൺ ആക്കിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ അനുഭവമായിരുന്നു. കാരണം എനിക്ക് ഫസ്റ്റിൽ തോന്നിയിട്ടുണ്ട് എന്തിനാ അങ്ങനെ ഇരിക്കുന്നത്, എന്താ സാർ പറയണത് എന്നുള്ളത് അങ്ങനെ തോന്നാറുണ്ട്. പിന്നെയാണ് മനസ്സിലായത് നമുക്കത് വളരെ ഗുണമുള്ള ഒരു കാര്യമാണെന്നുള്ളത്, നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. ഇപ്പൊ ഞാൻ ഓടി എത്താറുണ്ട്. പിന്നെ അത്രയും പറ്റാത്ത സിറ്റുവേഷനിലാണ് അന്നൊരു അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടായത്. ലാസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് മാമിന്റെ പ്രായത്തിലൊക്കെ ഒരുപാട് പേര് ആർട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് സ്വയം പഠിക്കാൻ പറ്റില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വീട്ടിലിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് നമ്മുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തൊരു എക്സ്പീരിയൻസിൽ നിന്ന് അവരുടെ അടുത്ത് എന്താ ഷെയർ ചെയ്യാനായിട്ടുള്ളത്? ആർട്ട് പഠിക്കാൻ പറ്റുമോ ഓൺലൈനിലൂടെ? തീർച്ചയായിട്ടും. കാരണം നല്ലൊരു ടീച്ചർ നമുക്ക് സാറിനെ പോലെ ഞാൻ പറഞ്ഞു നല്ല സപ്പോർട്ടായിട്ടാണ് സാർ ക്ലാസ് എടുക്കുന്നത്. എല്ലാ കാര്യം റെക്കോർഡ് ക്ലാസ് ആണെന്നുണ്ടെങ്കിലും സാറിന് നല്ല സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടാറുണ്ട്. തീർച്ചയായിട്ടും ഓൺലൈനിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അത് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയണം, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ ഏജ് ഒരു വിഷയമല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം എനിക്ക് ആവില്ല, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, മെമ്മറി ഇപ്പൊ ഒരു ഏജ് എത്തല്ലേ, നമുക്ക് പറ്റില്ല എന്നൊരു തോന്നലെല്ലാം എനിക്കിപ്പോ മാറി. ഏജ് മഞ്ജു വാര്യർ പറഞ്ഞ പോലെ ഏജ് ജസ്റ്റ് നമ്പർ മാത്രമാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അങ്ങനെ ആരെങ്കിലും ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിന്റെ ക്ലാസ് ആണെങ്കിൽ അങ്ങനെ, അതല്ല അവർക്ക് വേറെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് മാറ്റം ഉണ്ടാവും, നല്ല മാറ്റം ഉണ്ടാവും. വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കാനുണ്ടോ? ഇല്ല സർ, ഞാൻ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്തു. യെസ്, അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നത്. ഇപ്പോൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയതും കമ്മീഷൻ വർക്കിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയതൊക്കെ നല്ലൊരു സൈനായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ആ ഒരു കോൺഫിഡൻസിലേക്ക്, കാരണം മൈൻഡ് സെറ്റാണ് ശരിക്കും നമ്മളെ നിയന്ത്രിക്കുന്നതെന്ന് പറയാം. സ്കിൽ സെറ്റ് ശരിക്കും രണ്ടാമതാണ്. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ മൈൻഡിൻ്റെ ഒരു പവർ കൊണ്ടാണ് അവർ ശരിക്കും സ്കില്ലിനൊക്കെ കൂടുതൽ അവരുടെ മൈൻഡാണ് പവർഫുൾ ആയിട്ട് നിന്നിട്ടുള്ളത്. ഒരുപാട് സ്കില്ലുള്ള ആൾക്കാരൊക്കെ പിറകോട്ട് പോയതും അവരുടെ മൈൻഡിൻ്റെ ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് മൈൻഡ് സെറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഡൗൺ ആയി പോവാതെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. ഇത് ചലഞ്ചസ് ആണ്. ഓരോ ക്ലാസ് തുടങ്ങുമ്പോഴും ഓരോ ക്ലാസ്സിലോട്ട് ഇറങ്ങുമ്പോഴും ഒക്കെ പല ഡിഫറെൻ്റ് ആൾക്കാർ സ്റ്റുഡൻസ് വരും. ഇതെല്ലാം ചലഞ്ചിങ് ആണ്. പക്ഷെ ഇതൊക്കെ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുത്ത്
മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ സക്സസും ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് നൈറ്റ്.